പ്രിയമുള്ളവരെ, ശ്രീനാരായണിസം, ശ്രീനാരായണ ഗുരുവിൻ്റെ അതുല്യ ദർശനം എന്ന പേരിൽ നമ്മളിവിടെ ഇന്ന് സമ്മേളിക്കുകയാണ്. ശ്രീനാരായണ മാനവധർമ്മം ട്രസ്റ്റ് എന്ന ഈ കൂട്ടായ്മ രൂപം കൊണ്ട് വളരെ കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ കൂട്ടായ്മയ്ക്ക് അതിൽ നിന്ന് പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ഒരു സാമൂഹ്യ ചലനം ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രൊഫസർ മോഹൻ ഗോപാൽ സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഇന്ന് മാതൃഭൂമിയിലുണ്ട്. മാധ്യമ ആഴ്ചപതിപ്പിൽ മറ്റൊരു ഇൻ്റർവ്യൂ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്രതീക്ഷിതമെന്നോണം ഒരു ദിവസം മനോരമയിൽ സാറിൻ്റെ ലേഖനം പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ഇതൊന്നും ഈ കേരളത്തിൻ്റെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മളാരും പ്രതീക്ഷിച്ചതല്ല. കാരണം കേരളത്തിലെ മുഖ്യധാരാ മാധ്യമ രംഗം, കേരളത്തിൻ്റെ സാംസ്കാരിക രംഗം, സാഹിത്യരംഗം എല്ലാം തന്നെ അദൃശ്യമായ രീതിയിൽ ഈ ചാതുർവർണ്ണത്തിനും ഭരണകൂടത്തിൻ്റെ ഒരു ഫാസിസ്റ്റ് നിലപാടുകൾക്കും മൃദുവെന്നോ മൃദുവല്ലാത്തതുമായ ഹിന്ദുത്വത്തിനും എല്ലാം കീഴ്പ്പെട്ട ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ആ കാലത്ത് അതിനോടുള്ള പ്രതിരോധത്തിൻ്റെ ശബ്ദങ്ങൾ മുഖ്യധാരയിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്നത് അത്രയൊന്നും പ്രതീക്ഷിക്കാവുന്ന കാര്യമല്ല എന്നിരിക്കുകയാണ്. ഒരു ദുർഘടമായ പാതയിലൂടെയുള്ള സഞ്ചാരം എന്ന നിലയ്ക്ക് ശ്രീനാരായണ മാനവധർമ്മം അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ആ പ്രവർത്തനത്തെ ഏറ്റുവാങ്ങാൻ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ആളുകളുണ്ടാകുന്നു എന്നത് വളരെയധികം അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ്. ഇപ്പോഴും പ്രതീക്ഷകൾ അവസാനിച്ചിട്ടില്ലെന്നുള്ള തെളിവായിട്ടാണ് നാം കാണുന്നത്. കാരണം ഇന്ന് മോഹൻ ഗോപാൽ സാർ പറഞ്ഞു, ഇന്നിപ്പോൾ എനിക്കിവിടെ സംസാരിക്കേണ്ട വിഷയം അപരത്വത്തെക്കുറിച്ചാണ്. ശ്രീനാരായണ ഗുരു അപരത്വത്തെ എങ്ങനെ കാണുന്നു എന്നതിനെ പറ്റി സംസാരിക്കാനാണ് സാറ് എന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നത്തെ മാതൃഭൂമിയുടെ അഭിമുഖത്തിൽ സാർ പറയുന്നത് ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. സാറിൻ്റെ ആ പ്രസ്താവനയെ നാം ചേർത്ത് വായിക്കേണ്ടത് ഇന്ത്യയിലൊരു ഫാസിസം വന്നു കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തോട് മുഖ്യധാര ഇടതുപക്ഷത്ത് നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവായ പ്രകാശ് കാരാട്ട് മുൻപ് പറഞ്ഞത് വന്നിട്ടില്ല, വരുന്നതിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള മറുപടിയാണ്. അതേസമയം മോഹൻ ഗോപാൽ സാറിന് യാതൊരു സംശയമില്ല, ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമായി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ പ്രാഥമികമായ ഒരു ഘട്ടത്തിലാണ് നാം നിൽക്കുന്നതെന്നും അതിൻ്റെ തെളിവാണ് ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമല്ലായിരുന്നുവെങ്കിൽ, ഭരണഘടനാ നീതി പുലരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ എങ്കിൽ ഇന്ന് നാം കണ്ട ഒരു അയോധ്യ വിധി ഉണ്ടാകില്ലായിരുന്നെന്നും സാർ കൃത്യമായി പറയുന്നുണ്ട്. തൻ്റെ വാദം സാധൂകരിക്കാനായി ഈ പറയുന്ന കോടാനുകോടി ഇന്ത്യക്കാർക്കും പരിചിതമായ അവരുടെ ജീവിതത്തെ, നിത്യജീവിതത്തെ ബാധിച്ച ഒരു ഉദാഹരണമാണ് സാർ മുന്നോട്ട് വയ്ക്കുന്നത്. അയോധ്യയിൽ നിന്നൊരു രാമക്ഷേത്രം ഉണ്ട്. അത് ഭരണഘടനാപരമായി നിയമപരമായി നിർമ്മിക്കപ്പെട്ട ഒന്നാണ്. ഇത് രണ്ടും ഞാൻ ഇൻവേർട്ട് കോമയിലാണ് പറയുന്നത്. നിയമപരമായ സാധുതയോടെ നിർമ്മിക്കപ്പെട്ട ഒരു രാമക്ഷേത്രം, അത് ഒരു ഹിന്ദു രാജ്യത്തിൻ്റെ അടിത്തറയാണ്, അത് ഹിന്ദു രാജ്യത്തിൻ്റെ തെളിവാണ് എന്ന് സാർ പറയുന്നു. അപ്പോൾ ഒരു അപരൻ്റെ ആരാധനാലയത്തെ തകർത്ത് അവിടെ തൻ്റേതായ ഒരു ക്ഷേത്രം ചരിത്ര സാധ്യതകളൊന്നുമില്ലാതെ കേവലം മിത്തിൻ്റെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പൊക്കുകയും അതിന് നിയമപരമായ സാധ്യത നേടുകയും അതിൽ കോടാനുകോടി ആളുകൾ അതിലേക്ക് ഭക്തരായി ഒഴുകുകയും ചെയ്യുന്നൊരു ഇന്ത്യയിൽ നിന്നുകൊണ്ടാണ്, അത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് മലയാളികളുടെ ഇടയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ അപരത്വത്തെ പറ്റിയുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഗുരുവിൽ നിന്ന് എത്രയോ കാതം അകലെയാണ് നാം എന്നത് ഈ രാമക്ഷേത്രത്തിന് വിളക്ക് വെച്ച മലയാളികൾ ഓർക്കണം. ഗുരുവിൽ നിന്ന്, ഗുരുവിൻ്റെ അപരത്വ സങ്കല്പത്തെ നാം എത്രമാത്രം കൈയൊഴിഞ്ഞിരിക്കുന്നുവെന്ന് ഈ രാമക്ഷേത്രത്തിൻ്റെ പ്രസാദവും അതിൻ്റെ ഭസ്മവുമെല്ലാം, ദീക്ഷ എന്തോ സംഭവമെല്ലാം വീട്ടിലേറ്റുവാങ്ങിയ സമുദായ ആചാര്യന്മാരും നേതാക്കന്മാരും സന്യാസിമാരും ചിന്തിക്കണം. വത്തിക്കാനിൽ കഴിഞ്ഞ ദിവസം ഗുരുവിൻ്റെ സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷിച്ചുകൊണ്ട് ഒരു വലിയ സമ്മേളനം നടക്കുകയുണ്ടായി. സച്ചിദാനന്ദ സ്വാമികളാണ് അതിന് നേതൃത്വം നൽകിയത്. അതിൻ്റെ ചിത്രങ്ങൾ പത്രങ്ങളിൽ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി.
കാരണം ഈ അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് അവിടേക്ക് പോയ സന്യാസിമാർ തന്നെയാണ് ചിലർ തന്നെയാണ് ഈ വത്തിക്കാനിലും പോയി സർവ്വമത സമ്മേളനത്തെ പറ്റി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നുള്ളൊരു വൈരുദ്ധ്യം ശ്രീനാരായണീയർ എന്ന് പറയുന്നവരെങ്കിലും മനസ്സിലാക്കണം. അപ്പോൾ ഗുരുവിനെ കൈയൊഴിഞ്ഞ്, ഗുരുവിൻ്റെ ദർശനത്തെ കൈയൊഴിഞ്ഞ് ശ്രീനാരായണ ഗുരുവിനെ ഈ ഇന്ത്യയുടെ ഋഷി പരമ്പരയിലെ ആയിരക്കണക്കിന് ഋഷിമാരിൽ ആ ഋഷിമാരുടെ കണ്ണി ചേർക്കപ്പെട്ട ഒരു കണ്ണി എന്ന നിലയ്ക്ക് നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ധാരാളം പ്രഭാഷണങ്ങൾ, പ്രസംഗങ്ങൾ, എഴുത്തുകൾ, പുസ്തകങ്ങൾ, ഭക്തികാവ്യങ്ങൾ എന്നിവ ഇന്ന് സുലഭമാണ്. അത് കോഴിക്കോട്ടുകാർക്കും സുലഭമാണ്. അങ്ങനെ ഇരിക്കെ ശ്രീനാരായണ ഗുരു അവിടെ ഇല്ലാതാക്കുകയാണ്. അവർ കണ്ടെടുത്തുന്ന ഗുരു യഥാർത്ഥത്തിൽ ഗുരുവുമായി ബന്ധപ്പെട്ട ഒന്നല്ല. അവർക്ക് ഗുരുവിനെ കാണാൻ സാധിക്കുന്നില്ല. കാരണം അവർ ഗുരുവിനെ കാണുന്നത് ഈ പറയുന്ന ആയിരക്കണക്കായ വർഷങ്ങളായി നിലനിൽക്കുന്നു എന്ന് അവർ വിശ്വസിക്കുന്നതും തുടരുന്നതുമായ ഒരു ഋഷി പരമ്പരയിലെ ഒരു കണ്ണി എന്ന നിലയ്ക്കാണ്. ആ കണ്ണി ഇനിയും തുടരുന്നതാണ്, മുൻപും ഉള്ളതാണ്. അവരോടൊരു ചോദ്യം, അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായൊരു ആത്മരൂപം എന്ന് പറഞ്ഞ ധാരാളം ഋഷിമാർ അതിനു മുമ്പ് ഇന്ത്യയിലുണ്ടായിരിക്കാം, ധാരാളം സന്യാസിമാർ ഇന്ത്യയിലുണ്ടായിരുന്നിരിക്കാം. പക്ഷേ അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായൊരു ആത്മരൂപം, അതുകൊണ്ട് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണമെന്ന് പറഞ്ഞ ഒരു ഋഷിയെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെന്നുള്ളതാണ്. അത് സാധിക്കില്ല. തൻ്റെ ആത്മസുഖം എന്ന് പറയുന്നത് അപരൻ്റെ സുഖമാണ് എന്ന് ഉദ്ഘോഷിക്കുന്ന ഒരു വരി പോലും നിങ്ങൾക്ക് വേദങ്ങളിൽ നിന്ന്, ഇതിഹാസങ്ങളിൽ നിന്ന്, പുരാണങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കില്ല. കാരണം ഈ ആത്മാന്വേഷണം എന്ന് പറയുന്ന പ്രക്രിയ അത് സന്യാസിമാരുടെ ജീവിത ലക്ഷ്യമാണല്ലോ. അങ്ങനെ ആത്മാന്വേഷണത്തിൻ്റെ ഭാഗമായാണ് ചിലരിപ്പോൾ മക്കളെ പറഞ്ഞ് ഏൽപ്പിക്കുന്നത്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ സമാധിയാക്കണം, എന്നെ ഇവിടെ ഇരുത്തണം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുകയാണ്. അപ്പോൾ ഈ ആത്മാന്വേഷണത്തിൻ്റെ ഭാഗമാണ് ഇതൊക്കെ എന്നാണ് നാം കരുതുന്നത്. അതുകൊണ്ടാണ് സമാധിയുടെ ഒരു പുണ്യവിവാദമായി മാറുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആത്മാന്വേഷണത്തിൻ്റെ ഭാഗമായി എന്നിൽ തന്നെ എൻ്റെ ആത്മാവിനെ കണ്ടെത്തുകയും പ്രപഞ്ചത്തെ കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു ചിന്ത അതിപ്രാചീനമായി ഇന്ത്യയിലുണ്ട്. ഈ ചിന്തയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് സമൂഹത്തെ തന്നിൽ നിന്നും വേറിട്ട ഒന്നായി കാണുന്നതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നോട്ട് നോക്കുമ്പോൾ ഇവിടെ സുഖമായ ഒരു ജീവിതം കാണുകയാണെങ്കിലും ദുഃഖമയമായ ഒരു ജീവിതം കാണുകയാണെങ്കിലും ഈ പറയുന്ന ആത്മാന്വേഷകർക്ക് ഇതിൽ രണ്ടിലും യാതൊരു താല്പര്യവുമില്ല. അവർക്കതിൽ താല്പര്യമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ആത്മീയമായ മോക്ഷം, ആത്മീയമായ സാക്ഷാത്കാരം എന്ന ഒറ്റ കാര്യത്തിലാണ് അവരുടെ ചിന്തയും ശ്രദ്ധയും എല്ലാം. അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നോ അതുമായി എനിക്കൊരു ബന്ധവുമില്ല. ഞാനിങ്ങനെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ, അതല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു ആത്മീയതയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്ത്, ഒരു സ്ഥാനത്ത്, ഒരു പുണ്യതീർത്ഥത്തിനടുത്ത്, ഒരു തപോഭൂമിയിൽ ഞാൻ ഒറ്റപ്പെട്ട് എൻ്റെ ആത്മാവിനെ ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കും. ഇവിടെ നടക്കുന്ന ഒന്നും എന്നെ ബാധിക്കുകയില്ല. ഇങ്ങനെ സർവ്വസംഘ പരിത്യാഗികൾ എന്ന് പറയുന്ന ഒരു സന്യാസത്തിൻ്റെ പാരമ്പര്യമാണ് നമ്മൾ കാണുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആളുകൾ ദുഃഖിക്കുന്നത്, അവർക്ക് ഭക്ഷണം ലഭിക്കാത്തത്, അവർ റോഡിൽ നിന്ന് കടക്കാൻ അർഹതയില്ലാത്തവരായി മാറ്റി നിർത്തപ്പെടുന്നത്, അവരുടെ സ്വത്തുകൾ അപഹരിക്കപ്പെടുന്നത്, ഇതൊന്നും അവരുടെ പ്രശ്നമേ അല്ല. കാരണം അതിലൊരു ന്യായീകരണമുണ്ട്. ഈ ആത്മാവ് എന്ന് പറയുന്നത് നിത്യവസ്തുവാണ് അവർക്ക്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ആത്മാവ് ഒരു നിത്യവസ്തു ആയതുകൊണ്ട് തന്നെ ഈ ശരീരം മാത്രമാണ് ക്ഷണികമായുള്ളത്. അപ്പോൾ ഈ ക്ഷണികമായ കുറച്ചു കാലത്തേക്ക് വേണ്ടി മാത്രം ധരിക്കുന്ന ഈ ശരീരം, ഇതിൽ നിന്ന് ആത്മാവ് മറ്റൊരു ശരീരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചിന്തയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പുനർജന്മത്തിലൂടെ കടന്നു പോകുന്നത് നിങ്ങളുടെ ഒരു ജന്മത്തിൽ നിങ്ങളുടെ ധാർമ്മികമായ ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രൊമോഷനോ ഡീപ്രൊമോഷനോ ആണ് നിങ്ങളുടെ അടുത്ത ജന്മം. അപ്പോൾ ഈ ജന്മത്തിൽ നിങ്ങൾ കണ്ണു കാണാത്ത ഒരാളാണെങ്കിൽ, നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഇന്ദ്രിയത്തിന് ശേഷി കുറവാണ് എങ്കിൽ, നിങ്ങൾക്ക് വേണ്ടത്ര ധനമില്ല എങ്കിൽ, നിങ്ങൾ ദുരിതം അനുഭവിക്കുന്നുവെങ്കിൽ, നിങ്ങൾ രോഗം അനുഭവിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ദുഃഖം അനുഭവിക്കുന്നുവെങ്കിൽ, നിങ്ങൾ സാമൂഹ്യമായി വിവേചനം അനുഭവിക്കുന്നുവെങ്കിൽ, ആ അനുഭവത്തിൻ്റെ കാരണം നിങ്ങളുടെ പൂർവ്വജന്മാർജിതമായ പാപങ്ങളാണ്. നിങ്ങളുടെ പൂർവ്വജന്മ പുണ്യമോ പാപമോ ആണ്. ഇപ്പോൾ ഇത് നിങ്ങൾ നോക്കുക,
ഒരാൾ അധ്വാനിക്കാതെ ജീവിക്കുന്നു, ഒരാൾ സമ്പന്നനായി ജീവിക്കുന്നു, അയാൾ സർവ്വതാ ആദരണീയമായ പദവികൾ ഏറ്റുവാങ്ങുന്നു, അദ്ദേഹം സുഭിക്ഷമായി ജീവിക്കുന്നു. ഇതിന് കാരണം അദ്ദേഹം നടത്തുന്ന ഒരു വ്യവസ്ഥാപിതമായ ചൂഷണമല്ല, മറിച്ച് പൂർവ്വജന്മത്തിലൂടെ അദ്ദേഹത്തിന് ലഭിച്ച ഒരു പുണ്യമാണ് എന്ന് ഇവർ വിശ്വസിക്കുന്നു. ഞാൻ സന്യാസിയായി സുഖമായി ജീവിക്കുന്നു, അതെൻ്റെ പുണ്യജന്മത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ നടക്കുന്ന എല്ലാ സാമൂഹ്യ അനീതികൾക്കും ഉള്ള ന്യായീകരണം എന്ന് പറയുന്നത് ഈ കർമ്മവും പുനർജന്മവും സംബന്ധിച്ച സിദ്ധാന്തങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു സന്യാസിക്കും ഒരു മതാചാര്യനും ഇന്ത്യയിൽ ഈ പറയുന്ന ജന്മത്തിൻ്റെയും പുനർജന്മത്തിൻ്റെയും സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് പോലും ഈ കാണുന്ന ജാതീയമായ ഉച്ചനീതിത്വങ്ങളിൽ, ഇവിടെ നടക്കുന്ന സാമൂഹ്യമായ അനാചാരങ്ങളിൽ, അന്ധവിശ്വാസങ്ങളിൽ, ചൂഷണങ്ങളിൽ, അനീതികളിൽ ഒന്നും തന്നെ എന്തെങ്കിലും തെറ്റുള്ളതായി തോന്നിയില്ല. ഇണ്ടെന്നൊരുത്തി നമ്പ്യാതിരി അത് ഗാന്ധിയോട് വ്യക്തമാക്കുന്നുണ്ട്. അവർ ഈ ജന്മത്തിൽ താഴ്ന്ന ജാതിക്കാരായി ജനിച്ചുവെങ്കിൽ അവരുടെ ജന്മത്തിൻ്റെ കഴിഞ്ഞ ജന്മത്തിലെ പാപം അവർ അനുഭവിച്ച് തീർക്കുകയാണ്. അവരെ സഹായിക്കാൻ പോകുക എന്ന് പറയുന്നത് ഈ ദൈവചിന്തയ്ക്കെതിരായ ഒരു പ്രവൃത്തിയാണ്. ദൈവം അവർക്ക് നൽകിയൊരു വിധിയെ നാം ലഘൂകരിക്കേണ്ടതില്ല, അതവർ അനുഭവിച്ചവരുടെ പാപം പോക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ വിശ്വസിക്കുന്ന ഒരു ജനതയിൽ നിന്ന് നിങ്ങൾക്ക് ഇന്ന് നാം പറയുന്ന ചാരിറ്റി, മറ്റുള്ളവന് നന്മ ചെയ്യുക, സഹായിക്കുക എന്ന് പറയുന്നൊരു ചിന്ത ഉടലെടുക്കുകയില്ല. അന്യനോടുള്ള കരുതൽ ഇത്തരത്തിലൊരു ചിന്തയിൽ നിന്ന് ലവലേശം പോലും ഉണ്ടാകില്ല. ഈ പറയുന്ന സാമൂഹ്യമായ അസമത്വത്തിനെതിരായ ഒരു ചിന്ത ഇവിടെ ഒരിക്കലും ഒരു പൊതുനാമ്പായി പോലും മുളച്ചു പൊന്തില്ല. അതിന് കാരണം അത്രയ്ക്കും ശക്തമാണ് ആത്മീയമായി അതിനെ തടഞ്ഞു നിർത്തുന്ന ഈ കർമ്മത്തിൻ്റെയും പുനർജന്മത്തിൻ്റെയും സിദ്ധാന്തത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഭഗവത്ഗീതയിലൂടെ നമ്മൾ മുഴുവൻ കടന്നുപോയാലും നമുക്ക് ഒരു വ്യക്തിയായി കാണുന്ന ഒരൊറ്റ ശ്ലോകം പോലും കണ്ടെടുക്കാൻ സാധിക്കില്ല. പകരം അവിടെ കാണുന്നത് മനുഷ്യനെ ഈ പറയുന്ന അവൻ്റെ സഞ്ചിതമായ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ, ആഗാമികമായ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ അവനെ വിലയിരുത്തുകയും അവൻ്റെ ജന്മത്തെ നിർവചിക്കുകയും ചെയ്യുന്ന ഒരു സിദ്ധാന്തത്തെ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ നിന്നുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു ആത്മാവിനെ പറ്റിയും അപരത്വത്തെപ്പറ്റിയും സംസാരിക്കുന്നത്. ആ ചിന്തയിൽ നമുക്ക് മറ്റൊരു ആത്മീയതയെ കണ്ടെത്താം. ഈ ആത്മീയതയെ നമുക്ക് ഈ ഋഷി പരമ്പരയുടെ തുടർച്ച എന്ന നിലയ്ക്ക് കാണുക അസാധ്യമാണ്. അങ്ങനെ കാണണമെങ്കിൽ ശ്രീനാരായണ ഗുരുവിന് മുമ്പ് എല്ലാ മനുഷ്യരെയും ഒന്നായി കണ്ട അപരൻ്റെ ഈ പറയുന്ന അപരത്വത്തിൻ്റെ ഒരു ദർശനം ആവിഷ്കരിച്ച മറ്റൊരു ഋഷിയെ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടി വരും. അങ്ങനെ കാണുമ്പോൾ മാത്രമാണ് ഗുരു ഒരു പരമ്പരയുടെ തുടർച്ചയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ഗുരു ഇവിടെ ഒരു പരമ്പരയുടെ തുടർച്ചയായിട്ടല്ല നിലനിൽക്കുന്നത്, മറിച്ച് ഗുരു തൻ്റെ സിദ്ധാന്തം ആവിഷ്കരിക്കുന്നത് ഈ മാനവരാശിയിലെ മുഴുവൻ മനുഷ്യരെയും ഒന്നായി കാണുന്ന, എല്ലാ മനുഷ്യർക്കും ഒത്തുചേരാനായും ഒരുമിച്ചിരിക്കാനായും ഒരു ഇടം നിർമ്മിക്കുന്ന ഒരിടമായിട്ടാണ് ഗുരു തൻ്റെ പ്രവൃത്തിയെയും ദർശനത്തെയും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ആ തുടർച്ച ഗുരുവിൻ്റെ ജീവിതത്തിലുടനീളം നമുക്ക് കാണാം. ഗുരുവിനെ സംബന്ധിച്ച കഥകളുടെ, കേട്ടുകേൾവികളുടെ, കർണാകർണികയ പകർന്നു വന്ന കഥകൾ ഗുരുവിനെ കുറിച്ചുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കഥ അദ്ദേഹത്തിൻ്റെ ബാല്യത്തെക്കുറിച്ചുള്ളൊരു കഥയാണ്. ആ കഥയിൽ നിന്ന് മുതൽ ആരംഭിക്കുമ്പോൾ അവിടെ ഈ പറയുന്ന സമൂഹത്തിൻ്റെ നിർമ്മിച്ച വേലിക്കെട്ടുകൾ പുണ്യപാപങ്ങളുടെ അടിസ്ഥാനത്തിൽ, ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രേണീകൃതമായി കെട്ടിത്തിരിച്ച അസ്വമതത്തിൻ്റെ വേലികളെ ഗുരു തൻ്റെ ബാല്യത്തിലെ മാറ്റിക്കളഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണാം. തൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന പുലയ കുടിലിലെ കഞ്ഞി തിളച്ചു പൊന്തുന്നത് കണ്ട് ഇന്ന് അവർ പട്ടിണിയായി പോകുമല്ലോ എന്ന് കരുതി ആ കഞ്ഞി ഇറക്കി വെച്ചതിൻ്റെ പേരിലാണ് ഗുരുവിനെ തൻ്റെ വീട്ടിലെ മുതിർന്ന ആളുകൾ ശാസിക്കുന്നത്. നീ എന്തിന് പുലയരുടെ കുടിയിൽ കയറിയെന്നാണ് ചോദ്യം. അശുദ്ധമാക്കിയില്ലേ എന്നാണ്. അപ്പോൾ ഗുരു പറയുന്ന മറുപടി, ഞാനത് ഇറക്കി വെച്ചില്ലായിരുന്നെങ്കിൽ അവരിന്ന് പട്ടിണിയാകുമായിരുന്നു. അതൊരു കുട്ടിയുടെ മറുപടിയാണ്. അവർ ഏത് ജാതിയിൽപ്പെട്ടവരെന്നുള്ളതല്ല, അവർ ഇന്ന് കഞ്ഞി കുടിക്കാതെ ആ കഞ്ഞി തിളച്ച് പോകുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവരിന്ന് പട്ടിണി എടുക്കാൻ വിധിക്കപ്പെട്ടവരാണെന്നുള്ളതാണ്. അവരിന്ന് പട്ടിണി എടുക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവരുടെ കഴിഞ്ഞ ജന്മത്തിലെ പാപം കുറയ്ക്കാൻ വേണ്ടി അവരുടെ അത്രയും പാപം കൂടെ അവർ അനുഭവിച്ച് തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ കഞ്ഞി തിളച്ചു പോകുക എന്ന പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ മറ്റുള്ളവർ പിന്തുണയ്ക്കേണ്ടത്. എങ്കിലേ ജാതിയുടെ സിദ്ധാന്തം ശരിയാകും. അവർ പരമാവധി ദുരിതം അനുഭവിക്കുമ്പോഴാണ് അവരുടെ പാപം ഇല്ലാതായി അവർ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണരാവുക. നേരിട്ട് ബ്രാഹ്മണരാവില്ല, അടുത്ത ജന്മത്തിൽ അവർ ശൂദ്രരാവും, പിന്നെ വൈശ്യരാവും, പിന്നെ ക്ഷത്രിയരാവും, അവസാനം ബ്രാഹ്മണരാവും.
അങ്ങനെ ഒരു 1000 വർഷം കഴിയുമ്പോഴേക്കും സുരേഷ് ഗോപി എന്ന് പറയുന്നൊരു ബ്രാഹ്മണൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്നത്. കാരണം ഇത്രയും പടികൾ അദ്ദേഹത്തിനും താണ്ടാനുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇവിടെ ഗുരു തൻ്റെ ബാല്യത്തിലെ തന്നെ ഗുരു വെച്ച് പുലർത്തുന്ന നൈസർഗികമായ ഒരു ചിന്ത ഈ പറയുന്ന ഉച്ചനീചത്വങ്ങൾക്കും ശ്രേണീകൃതമായ അസമത്വത്തിനെതിരായ ഒരു ചിന്തയാണ്. ഈ ചിന്തയാണ് പിന്നീട് തൻ്റെ ഗുരു തൻ്റെ പ്രവർത്തികളിലൂടെ എല്ലാം വിപുലീകരിച്ച് കേരളത്തിൻ്റെ ഒരു ചരിത്രത്തെ തന്നെ മാറ്റിയ ഒന്നായി നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആ ചിന്തയാണ് ഇന്ന് മോഹൻ ഗോപാൽ സാറിനെ പോലുള്ളവർ ലോകത്തിന് ആകമാനം പരിചയപ്പെടുത്താനായി ഒരു വലിയ ദൗത്യമായി എടുക്കാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. കാരണം രണ്ടാമത്തെ ഘട്ടത്തിൽ ഒരു അവധൂതനായി നടക്കുന്ന ഗുരുവുണ്ട്. ആ ഗുരുവിൻ്റെ ജീവിതത്തിൻ്റെ ഇന്ന് ഏറെ സമയം ആത്മോപദേശ ശതകത്തേക്ക് ആസ്പദമാക്കി ശ്യാമൊക്കെ സംസാരിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സംഭവങ്ങളിലൂടെ കടന്നു പോകാമെന്ന് കരുതുന്നത്. മാത്രമല്ല ഉറക്കത്തിൻ്റെ സമയമാണ്, ഉച്ചനേരമാണ്. ഉച്ചയ്ക്ക് വേദാന്തം പറയാൻ പാടില്ല എന്ന് ഏതോ ഒരു സമയം മുമ്പ് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, അങ്ങനെ അവധൂതനായി സഞ്ചരിക്കുന്ന കാലത്ത് ഗുരുവിൻ്റെ പ്രവൃത്തികളിലൂടെ നാം കടന്നു പോകുമ്പോൾ അവിടെ ജാതിയുടെ കാര്യത്തിലോ മതത്തിൻ്റെ കാര്യത്തിലോ ഭക്ഷണത്തിൻ്റെ കാര്യം, ഇന്നിപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഭക്ഷണമാണ്. ഞങ്ങൾ കഴിക്കുന്നൊരു ഭക്ഷണമുണ്ട്. ആ ഭക്ഷണമാണ് പരിശുദ്ധവും പവിത്രവുമായ ഒന്ന്. ഞങ്ങളുടെ ഭക്ഷണ രീതി അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും പിന്തുടരാൻ ബാധ്യസ്ഥരാണ്. നിങ്ങളുടേതായ ഒരു ഭക്ഷണ രീതി പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അതിന് അവകാശമുണ്ട്. പക്ഷേ തെരുവിൽ വെച്ച് നിങ്ങൾ കൊല ചെയ്യപ്പെടും, അടി ഏറ്റുവാങ്ങേണ്ടി വരും. അങ്ങനെ നമ്മുടെ നാട്ടിൽ ഗുരു പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരാളെ കണ്ടാൽ നമ്മൾ ചോദിക്കേണ്ടത് പേര്, ഊര്, തൊഴിൽ, ഈ മൂന്നും. പേരെന്താണെന്ന് ചോദിക്കണം, ഊര് എവിടെയാണെന്ന് ചോദിക്കണം, തൊഴിൽ എന്താണെന്ന് ചോദിക്കണം. അതല്ലാതെ ഇതിൻ്റെ ജാതി ഏതാണെന്ന് ചോദിക്കരുതെന്നാണ് ഗുരു പറഞ്ഞത്. ഈ ജാതി ചോദിക്കരുത് എന്ന് ഗുരു പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ആശാൻ പിന്നീട് എഴുതിയത് ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി എന്ന് ആശാൻ എഴുതുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ നിൻ്റെ പേരെന്ത്, നിൻ്റെ ഊരേത്, തൊഴിലേതെന്നല്ല, നീ ഇന്ന് എന്താണ് കഴിച്ചതെന്നുള്ളതാണ്. നിൻ്റെ അടുക്കളയിൽ എന്താണെന്ന് നീ വെച്ചത്. അത് ബീഫാണെങ്കിൽ നീ അടിച്ച് കൊല്ലപ്പെടും. ഇതാണ് കാര്യം. അപ്പോഴാണ് ഗുരു പറയുന്നത്, നാം സിന്ധുവോട് സംസാരിച്ചു. സിന്ധു ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. ഇന്നത്തെ പത്രത്തിലെ വാർത്ത പ്രകാരം സിന്ധു ജനിച്ച നാട് അധികം താമസിക്കാതെ സ്വർഗമായി മാറും, അവിടെ എന്തോ കൽപ്പൽ നിർമ്മാണശാല വരാൻ പോവുകയാണെന്ന് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചതായി ഇന്ന് പത്രത്തിലുണ്ട്. നമുക്കറിയില്ല, നമ്മളിതുപോലെ കുറേ നിർമ്മാണശാലകളെ പറ്റി കേട്ടവരാണ്. എങ്കിലും പോവാറൊരു മനോഹര സ്വർഗമായി തീരും എന്നും ഈ മനോഹര തീരത്ത് തരുമ്പോൾ ഇനി ഒരു ജന്മം കൂടിയെന്ന് നമ്മളെല്ലാവരും പാട്ട് പാടുന്നതാണ് സർക്കാർ പറയുന്നത്. മാതൃഭൂമി അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ മത്സ്യത്തൊഴിലാളികളുടെ ഒപ്പമായിരുന്നു ഒരു കാലം മുഴുവൻ ഗുരു. അപ്പോൾ ഗുരു പറയുന്നുണ്ട്, ഞാൻ ഈ മത്സ്യത്തൊഴിലാളികളുടെ ഒപ്പം താമസിച്ചിരുന്നു. അവരെ വള്ളത്തിൽ അവർ സഞ്ചരിക്കാൻ എന്ന സമയത്ത് അവരെ വള്ളം ഇറക്കാനൊക്കെ സഹായിക്കും. അവരുടെ കുടിലുകളിൽ നിന്ന് നാം മത്സ്യം കൂട്ടി ധാരാളം ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്ന് ഗുരു പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ തുറയിലുള്ള ആളുകളുമായും ഒരുമിച്ച് ചേർന്ന് അവരോടൊപ്പം ഉണ്ടുറങ്ങി ഭക്ഷണം കഴിച്ച് ജീവിച്ച ഒരു ശ്രീനാരായണ ഗുരു ഉണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ സമൂഹവുമായി ബന്ധപ്പെട്ട് നടന്ന നവോത്ഥാന പരിശ്രമങ്ങളുടെയും ആ സമയത്തെ ഒരു വലിയ പരിശ്രമങ്ങൾ പിന്നീടും ശിവഗിരി മഠത്തിൻ്റെയൊക്കെ സന്യാസിമാർ നേതൃത്വം നൽകിയ സംഭവങ്ങളുണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല, സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അതിനുശേഷം നാം കാണുന്ന മറ്റൊരു ഗുരു എന്ന് പറയുന്നത് സന്യാസി ആയ ശേഷമുള്ളൊരു ഗുരുവാണ്. വൈക്കം സത്യാഗ്രഹം നടന്നിട്ട് ഇപ്പോൾ 100 വർഷമായി. നമ്മൾ അതിൻ്റെ ശതാബ്ദി ആഘോഷിക്കുന്നു. ഈ സമയത്താണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി ആഘോഷിക്കുന്ന ശതാബ്ദി സമയത്ത് നാം ഓർക്കേണ്ട കാര്യം, ഒരു സമരം നടത്താനായിട്ട് പിരിവ് നടത്തിയ ആളായിരുന്നു ശ്രീനാരായണ ഗുരു എന്നുള്ളതാണ്. സമരം നടത്താൻ വേണ്ടി ആശ്രമത്തിൽ പിരിവ് നടത്തുകയാണ്. അത് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി സമയത്ത് നാം ഓർക്കണം. അത് അന്ന് ശിവഗിരിയിലെ ആശ്രമത്തിൽ ഒരു കാണിക്ക വഞ്ചി തന്നെ ഗുരു സ്ഥാപിച്ചിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിന് വേണ്ടിയുള്ള സംഭാവന അവിടെ അർപ്പിക്കാനായിട്ട്. മാത്രമല്ല പൈസ തികയാതായപ്പോൾ ഗുരു തന്നെ നേരിട്ടിറങ്ങി നാട്ടിലിറങ്ങി സംഭാവന പിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ആശ്രമം പ്രവർത്തിക്കുന്നത് ജനങ്ങൾ കൊടുക്കുന്ന പൈസ കൊണ്ടാണ്. അങ്ങനെ ആശ്രമത്തിന് വേണ്ടി അങ്ങനെ നാട്ടിലിറങ്ങി ആളുകളുടെ കയ്യിൽ നിന്ന് പണം സ്വീകരിക്കാറുണ്ട്. ഗുരു സഞ്ചരിക്കാറുണ്ട്. ഗുരുവിനെ കാണുമ്പോൾ ആളുകൾ പാത നൽകാറുണ്ട്. അങ്ങനെ ഒരു ദിവസം മുഴുവൻ സഞ്ചാരം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്താണ് സ്വാമി ഗുരുപ്രസാദ് എഴുതിയിട്ടുണ്ട്, ഗുരു വരുന്നതും കാത്ത് ഒരു വേലിയുടെ സമീപത്ത് നിൽക്കുന്ന ഒരു മുസ്ലിം സമുദായത്തിൽ ജനിച്ച ഒരു ഉമ്മയെ ഗുരു കാണുന്നുണ്ട്. അപ്പോൾ ഗുരു പറയുന്നത്, ഇന്ന് കിട്ടിയ പൈസ മുഴുവൻ ആ ഉമ്മയ്ക്ക് കൊടുക്കണം നാം. കാരണം നാം അവധൂതനായി നടന്ന സമയത്ത്, പട്ടിണി കിടന്നിരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് തവണ ഭക്ഷണം തന്നത് ആ
ഉമ്മയാണ്. അവരാണ് അന്നെ കാത്തോടെ നിൽക്കുന്നത്. അതായത് ഒരു പുത്രനോടെന്ന പോലെ സ്നേഹത്തോടെ ഗുരുവിനെ ഭക്ഷണം വിളമ്പി കൊടുത്തിരുന്ന ധാരാളം അമ്മമാർ, മുസ്ലിങ്ങളായിട്ടുള്ള അമ്മമാരുണ്ടായിരുന്ന ഒരു ഗുരു. അപ്പോൾ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് ഒരു ഈഴവ സ്ത്രീക്ക് ജനിച്ച ഒരു പുത്രനായിട്ടല്ല. ആ പുത്രൻ എന്ന് പറയുന്നത് ആ നാട്ടിലെ മത്സ്യത്തൊഴിലാളികളുടെ വീട്ടിലെ ഒരു അന്തേവാസിയാണ്. അദ്ദേഹം അവിടുത്തെ മുസ്ലിങ്ങളുടെ വീട്ടിലെ ഒരു അന്തേവാസിയാണ്. അദ്ദേഹം യുവാവായിരിക്കെ ഇവരുടെ എല്ലാവരുടെയും മകനാണ്. ഒരു സമൂഹത്തിൻ്റെ ആകെ മകനായി നിന്ന ഒരു ഗുരു ഉണ്ട്. ആ ഗുരുവാണ് ആദ്യമായി ഒരു ശിവക്ഷേത്രം സ്ഥാപിക്കുന്നു. അത് ഗുരു ശിവനെ സ്ഥാപിക്കാൻ വേണ്ടി സ്ഥാപിച്ചതെന്നല്ല, മറിച്ച് പണിക്കരാണ് ഗുരുവിനോട് ആദ്യമായിട്ട് പറയുന്നത്. ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുകയാണ് പ്രസാദം. അമ്പലത്തിൻ്റെ മുമ്പിൽ കൂടെ നടന്നു പോകുന്ന സമയത്ത് പണിക്കരവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും, ഈ മുണ്ടഴിച്ച് ഇങ്ങനെ നിൽക്കും. കാരണം പ്രസാദം എറിഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ മുണ്ടിൻ്റെ കോന്തലയിൽ ഏറ്റുവാങ്ങുന്ന ഒരു ചിത്രം കണ്ടിട്ടാണ് ഗുരു പറയുന്നത്, ഇതെന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്, മറ്റുള്ള ആളുകളുടെ മുമ്പിൽ പോയി എന്തിനാണ് ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കുന്നതെന്ന് ചോദ്യം. അപ്പോൾ ഇതുപോലൊന്ന് വേണമെങ്കിൽ നമുക്കും ഉണ്ടാക്കാമല്ലോ, ഇതുപോലൊന്ന് വേണമെങ്കിൽ നമുക്കും നിർമ്മിക്കാമല്ലോ എന്ന് ഗുരു പറയുന്നത്. അങ്ങനെയാണ് ഗുരു പിന്നീട് ഒരു ശിവരാത്രി ദിവസം ഒരു ശിവൻ്റെ അമ്പലം പ്രതിഷ്ഠിക്കുന്നു. ശിവനെ പ്രതിഷ്ഠിക്കുന്ന ഗുരു അവിടെ പിന്നീട് എഴുതി വയ്ക്കുന്നത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്നാണ്. അപ്പോൾ ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ എല്ലാവർക്കും സോദരത്വേന വാഴാവുന്ന ഒരിടമായ ഒരു ആരാധനാലയത്തെ അതും ഒരു ശിവക്ഷേത്രത്തെ വിഭാവന ചെയ്യുക എന്ന് പറയുന്നത് തന്നെ അന്നോളം നമുക്ക് പരിചിതമായ ബ്രാഹ്മണികമായ ഒരു ആരാധനാ സമ്പ്രദായത്തിനെ അട്ടിമറിക്കലും വെല്ലുവിളിക്കലും അതിനെ ചിന്തിക്കാൻ പോലും സാധിക്കാത്തതാണ്. ഒരു ബ്രാഹ്മണികമായ ക്ഷേത്രമാണ് എങ്കിൽ അതിൻ്റെ മുമ്പിലുണ്ടാവുന്ന ബോർഡ് ഇതല്ല. ആ ബോർഡ് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ബോർഡാണ്. അതെന്താണ്? അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. മുമ്പ് കുറച്ചും കൂടി, ഇപ്പോൾ നീളം കുറഞ്ഞതാണ്, മുമ്പ് ബോർഡിന് കുറച്ചും കൂടി നീളം കൂടുതലായിരുന്നു. അത് ഈഴവർ തുടങ്ങിയ ജാതിക്കാർക്ക് പ്രവേശനമില്ല എന്നായിരുന്നു ആ ബോർഡ്. ഇപ്പോൾ അങ്ങനെ ആ എക്സിറ്ററൊക്കെ എടുത്ത് മാറ്റിയിട്ടാണ് ഇപ്പോഴെന്താ ഇത് അഹിന്ദു എന്ന ഒറ്റ വാക്കിലേക്ക് അതിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ അഹിന്ദുക്കളേക്ക് പ്രവേശനം ഇല്ല എന്ന ബോർഡ് വയ്ക്കുമ്പോഴാണ് ഒരു ക്ഷേത്രം പരിശുദ്ധമായ ഒരു ഇടമായി മാറുന്നത്. അപ്പോഴാണ് ഒരു ക്ഷേത്രം ആവുള്ളൂ. ഇത് ആർക്കും അറിയാം, ഇത് മലബാറിലെ തീയന്മാർക്കും അറിയാം. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച നമ്മുടെ തലശ്ശേരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ സ്വാമി ആനന്ദ തീർത്ഥൻ നമ്മുടെ ശിവഗിരി മഠത്തിൻ്റെ മഠാധിപതിയായിരിക്കുന്ന സമയത്ത് ആ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഇതുപോലത്തെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പുലയ സമുദായത്തിൽപ്പെട്ട ആളുകളെ കടത്താത്തതിനെക്കുറിച്ച് ശ്യാം കുമാറോട് സംസാരിച്ചു. അവിടെ തീരുന്ന ഒന്നല്ല ഈ പറയുന്ന ഈഴവരുടെയും തീരുടെയും ജാതി ദുരഭിമാനത്തിൻ്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ശ്രീനാരായണ മാനവധർമ്മം ഇന്ന് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്, യഥാർത്ഥത്തിൽ പൊരുതുന്നത് ആരോടാണെന്ന് ചോദിച്ചാൽ ഈ ബ്രാഹ്മണിസം എന്ന് പറയുന്നത് അപ്പുറത്ത് നിൽക്കുന്ന ഏതോ ഒരു ബ്രാഹ്മണൻ, ഒരു കൂടുതലൊരാൾക്കെതിരുള്ള സമരമല്ല. ഇത് ഈ പറയുന്ന അവർണകരുടെ ഇടയിൽ തന്നെയുള്ള അവർണർ കൂടെ സ്വാംശീകരിച്ച ഒന്നിനെതിരെയുള്ള ഒരു ആന്തരികമായ ഒരു പോരാട്ടം കൂടിയാണ്, ആന്തരികമായ ഒരു തിരുത്ത് കൂടിയാണ്. അങ്ങനെ ആന്തരികമായി നാം ഈ ബ്രാഹ്മണിസത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്ന സമയത്ത് മാത്രമേ നമുക്കൊരു ശ്രീനാരായണനാകാൻ സാധിക്കുള്ളൂ. അപ്പോൾ അന്ന് പുലയരെ കയറ്റാതിരുന്ന അതേ ആളുകൾ എങ്കിലിനി പുലയരെ കയറ്റിയേക്കാം എന്ന് തീരുമാനിക്കുകയും, പക്ഷെ അപ്പോഴെങ്കിലും ആരെങ്കിലും ഒരാളെ എതിരെ നിർത്തണം. ഒരു അപരൻ എപ്പോഴും വേണം. അപരൻ ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ ഹിന്ദു ആവുള്ളൂ. ഈ ഹിന്ദുത്വം എന്ന് പറയുന്ന ഒന്ന്, ഹിന്ദു മതം എന്ന് പറയുന്ന ഒന്ന്, ബ്രാഹ്മണികത എന്ന് പറയുന്ന ഒന്ന് ഉണ്ടാകണമെങ്കിൽ തനിക്ക് ആരെങ്കിലും ഒരാളെ അപരനായി ഇങ്ങനെ നിർത്തുമ്പോൾ മാത്രമേ എനിക്ക് കുറച്ചുകൂടി വിശിഷ്ടനും പവിത്രനും പരിശുദ്ധനുമായ ഒരു പുണ്യജന്മം എന്ന പദവി കിട്ടുള്ളൂ. ഞാൻ പുണ്യജന്മമാകണമെങ്കിൽ അപ്പുറത്ത് എനിക്കൊരു പാപജന്മത്തെ നിർത്തേണ്ടതുണ്ട്. അങ്ങനെ ഒരാളെ ഞാൻ കണ്ടെത്തണം. ഇനി ഇല്ലെങ്കിൽ നിഴലിൽ നിന്ന് ഞാൻ അങ്ങനെ ഒരു ശത്രുവിനെ ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കിയാലേ ഞാനൊരു ഉത്തമ ഹിന്ദു ആകും എന്നുള്ളതാണ്. ഈ ഉത്തമ ഹിന്ദു എന്നത് ഗാന്ധിയുടെ വാക്കാണ് കേട്ടോ. അങ്ങനൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് പിന്നീട് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ പുലയർക്ക് പ്രവേശനമില്ല എന്നുള്ള ബോർഡൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു കാലത്തുണ്ടായിട്ടില്ല. അത് അവർക്ക് കയറ്റാൻ പറ്റി. പക്ഷേ സംഭവിച്ച കാര്യം തൊട്ടടുത്തായി സംഭവിക്കുന്നത് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നൊരു ബോർഡ് അവിടെ വന്നു. അങ്ങനെ അത്യാവശ്യം സമൂഹത്തെ പറ്റിയും ശ്രീനാരായണ ഗുരുവിനെ പറ്റിയും അറിവുള്ള ആളുകൾ ആ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളായ ഒരു സമയത്ത്, അങ്ങനെയുള്ള ധാരാളം പേര് മുമ്പുണ്ടായിരുന്നു, അവരാണ് ആ ക്ഷേത്രം ഉണ്ടാക്കിയവർ. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് അവർ കേരളത്തിലെ പ്രധാനപ്പെട്ട അന്നത്തെ പ്രഭാഷകയും പിന്നീട് MLA യും ഒക്കെ ആയ പ്രൊഫസർ നബീസ ഉമ്മാളിനെ
നമ്മുടെ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് പ്രസംഗിക്കാൻ വിളിച്ചു. അപ്പോൾ അവിടെ ഭയങ്കര പ്രശ്നമായി. നബീസമുള്ള മുസ്ലിമല്ലേ, അവരെങ്ങനെ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച ഈ ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറുമെന്നാണ് ചോദ്യം. ഇത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അവർ കയറ്റിയതിൻ്റെ പേരിൽ അവിടെ വലിയ വിവാദം ഉണ്ടായി. ഹിന്ദുത്വക്കാർ സമരം തുടങ്ങി, വലിയ പ്രശ്നമായി. അപ്പോഴാണ് ഏത് ഗുരു പ്രതിഷ്ഠിച്ചമ്പോഴും ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണ് തൻ്റെ ക്ഷേത്രങ്ങളിൽ നിന്ന് ആദ്യത്തെ ക്ഷേത്രം പ്രതിഷ്ഠിച്ചപ്പോൾ എഴുതി വെച്ച ഗുരു പ്രതിഷ്ഠിച്ച അമ്പലത്തിലാണ് ഈ സോദരത്തിന് വാഴുന്നവരിൽ നബീസ ഉമ്മൾ വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. കാരണം നബീസ ഉമ്മൾ നമ്മുടെ സഹോദരിയല്ല. അപ്പോഴാണ് സ്വാമി ആനന്ദ തീർത്ഥൻ ഈ പറയുന്ന ക്ഷേത്രത്തിലെത്തുന്നത്. അവിടെ അദ്ദേഹം സമരം ആരംഭിക്കുന്നത്, അദ്ദേഹം അതിനെതിരെ പ്രതിഷേധിക്കുന്നത്. അന്ന് അദ്ദേഹത്തിനെതിരെ പറഞ്ഞ ആളുകൾ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണിപ്പോൾ നമ്മുടെ നാട്ടിൽ ഗവർണർമാരായിട്ട് വരുന്നതും, അവരാണിപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ ആഭ്യന്തരമന്ത്രിമാരൊക്കെ ആയിട്ടിരിക്കുന്നതും, അവരാണ് നമ്മുടെ പരമപൂജനീയ ആളുകളായിട്ട് നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ആളുകൾ. അവരുടെയൊക്കെ അനുയായികളാണ് അന്ന് ആ നാട്ടിൽ വലിയ പ്രശ്നം ഉണ്ടാക്കിയത്. നബി സമ്മേളന പ്രവേശനമില്ലാത്ത ഒരു ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച ക്ഷേത്രം വേണോ എന്നുള്ളതാണ് ചോദ്യം. അവിടെയാണ് ആനന്ദ തീർത്ഥനെ പോലുള്ള ആളുകൾ അതിനെതിരെ സമരം ഉണ്ടാക്കുന്നത്. ഇതേ ആനന്ദ തീർത്ഥ സ്വാമികളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാവർക്കും അന്നദാനം നൽകണം എന്ന് പറഞ്ഞ് സമരം നടത്തുന്ന അദ്ദേഹം ഒരു ഗാന്ധിയൻ കൂടിയായിരുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ അവസാനത്തെ ശിഷ്യനായിരുന്നു. അപ്പോഴാണ് പുതിയ നമ്മുടെ സച്ചിദാനന്ദ സ്വാമിക്ക് തോന്നി എല്ലാ ക്ഷേത്രത്തിലും ആളുകൾ ഷർട്ടിട്ട് പ്രവേശിക്കണം. ഷർട്ടിട്ട് പ്രവേശിക്കുമ്പോൾ അദ്ദേഹം കുറുക്കഞ്ചേരിയിൽ ക്ഷേത്രവുമായി ബന്ധമുള്ള ഒരാൾ തൃശ്ശൂരിൽ നിന്ന് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച ഈ ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് ആരംഭിച്ച കുറുക്കഞ്ചേരിയിലെ ശിവക്ഷേത്രത്തിൽ നിങ്ങൾക്ക് ഷർട്ടിട്ട് കയറാൻ പറ്റില്ല. അവിടെ ചെന്നാൽ അടിച്ച് പുറത്താക്കും. ഷർട്ട് ഇടണമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അവിടെ ചെല്ലാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഈ സാക്ഷാൽ ഈ ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റിലെ സന്യാസിമാർ, ഞാൻ പേര് പറയില്ല കേട്ടോ, പേര് പറയില്ല, ഈ സന്യാസിമാർ അവിടെ ചെന്നിട്ടുണ്ട്. അമ്പലത്തിൽ ഷർട്ടിട്ട് കയറണം എന്ന് പറയുന്ന സച്ചിദാനന്ദ സ്വാമി ഷർട്ടിട്ടാണോ നടക്കുന്നത്? ശ്രീനാരായണ ഗുരു ഷർട്ടിട്ടുണ്ടായിരുന്നു? ഇതാണ് ചോദ്യം. അപ്പോൾ നമ്മളെല്ലാവരും സാംസ്കാരിക നായകന്മാരാണെന്ന് വിശ്വസിക്കുന്ന ആളുകളൊക്കെ പെട്ടെന്ന് ഈ സുകുമാരൻ നായരുടെ പ്രസ്താവന ഒന്നുകൂടെ സാംസ്കാരിക നായന്മാരായി മാറി. അങ്ങനെ സാംസ്കാരിക നായന്മാർ ഒരു പക്ഷത്തും അല്ലാത്തവർ മറുപക്ഷത്തുമായിട്ട് ഈ ഷർട്ട് വിവാദത്തിൽ കേരളം രണ്ടായി പിരിഞ്ഞു. ഇങ്ങനെയാണ് സംഭവിച്ചത്. ശിവഗിരിയിൽ നിന്ന് ശ്രീനാരായണ ആൽബം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു ആൽബം ശിവഗിരിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതെടുത്ത് മറച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഷർട്ട് ധരിച്ച് കുപ്പായം ധരിച്ച ശ്രീനാരായണ ഗുരു അതിലുണ്ട്. ഫൗണ്ടൻ പേന കൊണ്ട് എഴുതുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ ചരിത്രം നമുക്കറിയാം. അതുപോലെ തന്നെ കണ്ണട വെച്ചിട്ടുള്ള ശ്രീനാരായണ ഗുരു ഉണ്ട്. അലോപ്പതി ചികിത്സ നേടിയ ശ്രീനാരായണ ഗുരു ഉണ്ട്. പക്ഷേ ഇപ്പോൾ IIT ഡയറക്ടർമാർ വരെ ഗോമൂത്ര ചികിത്സയാണ് തേടുന്നത്. പക്ഷേ ശ്രീനാരായണ ഗുരു തേടിയിരുന്നത് മോഡേൺ മെഡിസിൻ്റെ ചികിത്സയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് അവരും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ശ്രീനാരായണ ഗുരു ഷർട്ട് ധരിക്കുക എന്നുള്ള ചോദ്യത്തിന് ശ്രീനാരായണ ഗുരു ഷർട്ട് ധരിച്ചിട്ടുണ്ടെന്നുള്ളതാണ്, ചിത്രസഹിതം ഉണ്ടെന്നുള്ളതാണ്. സച്ചിദാനന്ദ സ്വാമി ഷർട്ട് ധരിക്കുക എന്നുള്ള ചോദ്യത്തിന് ഉത്തരം, സച്ചിദാനന്ദ സ്വാമി ഈ ബട്ടൺസൊക്കെ ഉള്ള കൊടുക്കുള്ള ഒരു കുപ്പായമാണ് ധരിക്കുന്നത്. അങ്ങനെ കുപ്പായം ധരിച്ച് ഈ സന്യാസിമാർ, ശിവഗിരി മഠത്തിലെ സന്യാസിമാർ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിലേക്ക് കയറുകയും ചെയ്യുന്ന സമയത്ത് അവരോട് പറയാണ്, സ്വാമിയാണെന്നുള്ളതൊക്കെ ശരി, പക്ഷെ കുപ്പായം ഊരിയിട്ട് വേണം അകത്ത് കയറാൻ. ഈ അപമാനം സഹിക്കാൻ വയ്യാതെയാണ് ഇപ്പോൾ ഈ നമ്മൾ രണ്ടാം നവോത്ഥാനമൊക്കെ തെറ്റിദ്ധരിക്കുന്ന ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അതല്ലാതെ ഇത് സ്വാമിമാർ എന്നെയും നിങ്ങളെയും പോലുള്ള യുവാക്കൾക്ക് ഷർട്ട് ധരിച്ച് അമ്പലത്തിൽ കയറാനുള്ള അവകാശത്തിന് വേണ്ടി നടത്തുന്ന പോരാട്ടമാണെന്ന് നിങ്ങൾ കരുതുന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയത് അവർക്ക് അമ്പലത്തിൽ ആത്മാഭിമാനത്തോടത്ത് കയറാൻ വേണ്ടി അവർ നടത്തുന്ന പോരാട്ടമാണ്. അതിൻ്റെ അപ്പുറം ഇതിലൊന്നുമില്ല. ഇതാണ് യാഥാർത്ഥ്യം, വസ്തുത ഇതാണ്. കാരണം ഈ സ്വാമി അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞാണ്, കമ്മിറ്റിക്കാർ പറഞ്ഞാണ് ഊരി വയ്ക്കി ഷർട്ട് എന്നിട്ട് സ്വാമി കയറിയാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ചരിത്ര സത്യമാണ്. ഇത് ആരെങ്കിലും പറയണ്ട കേരളത്തിൽ. ഇതാണ് സംഭവിക്കുന്നത്, അല്ലാതെ നവോത്ഥാനമൊന്നുമല്ല. അവരവരുടെ അവകാശത്തിന് വേണ്ടി അവരവർ നടത്തുന്ന പോരാട്ടം. നമ്മൾ മാധ്യമങ്ങളൊക്കെ അതിനെ വലിയ രീതിയിൽ ഇതെന്തോ വലിയ ഇതാണ് എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. പക്ഷെ സത്യം ഇതാണ്. നാം മനസ്സിലാക്കുക, ഈ ഷർട്ട് ധരിച്ചവൻ അപരനാണ്. ഈ ഷർട്ട് ധരിച്ചവൻ അപരനാണ് എന്ന് കേരളം എങ്ങനെ പറഞ്ഞു തുടങ്ങി? ഇതിനൊരു ചരിത്രമുണ്ട്. കാരണം സർ രാമവർമ്മ എന്ന് പറയുന്നത് രാജർഷി എന്നറിയപ്പെടുന്ന കൊച്ചി രാജാവാണ്. രാജർഷി എന്നാണ് പറയുന്നത്. അദ്ദേഹം എന്തോ അമ്പലത്തിലെ
നെറ്റിപ്പട്ടം കൊണ്ടുപോയി പണയം വെച്ചപ്പോഴാണ് കേരളത്തിൽ റെയിൽവേ ഉണ്ടായിരുന്നൊരു മിത്ത് കെട്ട് കഥ നാട്ടിലുണ്ട്. അത് ചെറായി രാമദാസ് പൊളിച്ചിറക്കിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും മെട്രോ ട്രെയിൻ വന്നപ്പോഴും നമുക്ക് ഈ കെട്ടുകഥ വിട്ടൊരു കളിയില്ലാത്തതുകൊണ്ട് തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷനിൽ ഒരു ദിവസം ഞാൻ പോയി ട്രെയിൻ ഇറങ്ങിയപ്പോൾ ഞാൻ കണ്ട കാര്യം, രാജർഷി രാമവർമ്മയുടെ ഫോട്ടോ അവിടെ നിൽക്കുന്നത്. ഇദ്ദേഹമാണ് അത്ര ട്രെയിൻ കണ്ടുപിടിച്ചത്. ചുരുക്കി പറഞ്ഞാൽ ട്രെയിൻ ഉണ്ടാക്കിയത് ഇദ്ദേഹമാണെന്ന് കഥ ഇറക്കാത്തത് കേരളത്തിലെ ചരിത്രകാരന്മാർ നമ്മളോട് ചെയ്ത ഒരു ദയയായി കരുതിയാൽ മതി. ഒരു പക്ഷേ കൊട്ടാരം ചരിത്രകാരന്മാർ അതിൻ്റെ അപ്പുറം എഴുതും. അപ്പോൾ ഇദ്ദേഹം ഈ കൊച്ചി രാജാവായിരിക്കെ, കൊച്ചി ഒരു ധർമ്മരാജ്യമാണ്, ആ രാജ്യത്തെ അദ്ദേഹം പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കണം. സാരി ധരിച്ചവരും കുടുംബ മുറിച്ചവരും ശീലക്കുട എടുത്തവരൊന്നും ക്ഷേത്രത്തിൽ ഷർട്ട് ധരിച്ച് അവരൊന്നും കയറാൻ പാടില്ല എന്ന് വിളംബരം ഇറക്കിയിരുന്നു കൊച്ചി. അപ്പോൾ നാം മനസ്സിലാക്കുക, നമ്മളുടെ ആഹാരത്തിൽ, നമ്മളുടെ വസ്ത്രത്തിൽ, നമ്മുടെ ജീവിതത്തിലെ സമസ്ത മണ്ഡലങ്ങളിലും മറ്റൊരാൾ നമ്മളുടെ കാര്യം നിർണ്ണയിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തെയാണ് നമ്മൾ ബ്രാഹ്മണസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ആഹാരമാകാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ പറയുന്നത്, ഈ ഷർട്ട് ഊരുന്ന ആചാരം അംഗീകരിക്കുന്നവർ മാത്രം ക്ഷേത്രത്തിൽ പോയാൽ മതി എന്ന് പറഞ്ഞത് കേരളത്തിൽ ഭരണഘടനയ്ക്ക് തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയ ഒരു മന്ത്രിയാണ്. പുള്ളി മനസ്സിലാക്കേണ്ട കാര്യം, മന്നത്ത് പത്മനാഭൻ്റെ കോട്ടക്കൽ പ്രസംഗമുണ്ട്. മന്നത്ത് പത്മനാഭൻ പറയുന്നത്, ഈ കോട്ടക്കൽ ക്ഷേത്രത്തിൽ നായർ സ്ത്രീകൾ പോകണമെങ്കിൽ നായർ സ്ത്രീകൾ തട്ടുകൊടുത്തേ പോകാൻ പറ്റൂ. തട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരയിൽ നിന്ന് തുടങ്ങി മുട്ടിന് മുകളിൽ അവസാനിക്കുന്ന ഒരു വസ്ത്രമാണ്. അവർക്ക് മാറ് മറയ്ക്കാൻ അവകാശമില്ല. മാറ് മറയ്ക്കാതെ താലമെടുത്ത് ഈ നായർ സ്ത്രീകൾ കോട്ടയ്ക്കൽ ഭഗവാന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടിട്ടാണ് മന്നത്ത് പത്മനാഭൻ പറയുന്നത്, മാറ് മറയ്ക്കാണ്ട് സ്ത്രീകളെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ദേവൻ ഈ കോട്ടയ്ക്കൽ ക്ഷേത്രത്തിനകത്തിരിപ്പുണ്ടെങ്കിൽ നായർ സ്ത്രീകളെ മേലാൽ നിങ്ങളാരും കോട്ടയ്ക്കൽ ക്ഷേത്രത്തിൽ താലം പിടിക്കാൻ പോകരുത്. മനസ്സിലായോ? അപ്പോൾ ആചാരമാണ് നാം പാലിക്കുന്നതെങ്കിൽ നാളെ മുതൽ ഈ മന്ത്രിയും സഹോദരന്മാരും വീട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും എങ്ങനെ പോകേണ്ടി വരും? ഇതാണ് ചുരുക്കം പറഞ്ഞാൽ, നമ്മളുടെ ആഹാരത്തിൽ, വസ്ത്രത്തിൽ, നമ്മളുടെ എല്ലാ തരത്തിലുള്ള ഇടപെടലുകളിലും മറ്റൊരു വ്യക്തി നമ്മളെ തീരുമാനിക്കും. ഈ തീരുമാനങ്ങളെയാണ് നമ്മൾ ഇവിടെ ഈ ഹിന്ദുമതം എന്ന പേരിൽ, ഹിന്ദുത്വം എന്ന പേരിൽ, ബ്രാഹ്മണിസം എന്ന പേരിൽ, അങ്ങനെ പല പേരുകൾ നമ്മളിപ്പോൾ പറയുന്നത്. ഇതിനെല്ലാം ഒരർത്ഥമല്ല. ഇവിടെയാണ് ഗുരു പറയുന്ന കാര്യം. ഗുരു അപരത്വത്തെ പറ്റി എഴുതിയ വാക്കുകൾ നമ്മൾ എല്ലാവർക്കും അറിയാം. ആത്മോപദേശശതകം എന്ന് പറയുന്ന കൃതി, ആത്മോപദേശശതകത്തിൻ്റെ 21 മുതൽ 25 വരെയുള്ള 5 ശ്ലോകങ്ങളിലൂടെ അപരത്വം എന്ന വിഷയത്തെ ഗുരു ചുരുക്കി പറഞ്ഞാൽ 20 വരികളിലൂടെ ഗുരു മനോഹരമായി പറഞ്ഞു വച്ചിട്ടുണ്ട്. അത് പലവട്ടം ഇവിടെ ആവർത്തിച്ചാണ്. ഈ ആത്മോപദേശശതകം എന്താണെന്ന് കൂടെ പറഞ്ഞിട്ട് ഞാൻ അത് ചുരുക്കി പറയാമെന്ന് കരുതുന്നു. ഇപ്പോൾ ആത്മോപദേശശതകം എന്ന കൃതിയുമായി ബന്ധപ്പെട്ട് ധാരാളം വ്യാഖ്യാനങ്ങളുണ്ട്. അതിൽ 50 ശ്ലോകം ഏകദേശം 1000 പേജുകൾ ബാലരാമ പണിക്കർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അത്രയും വ്യാഖ്യാനങ്ങളുണ്ട്. ശങ്കരാചാര്യരെ പറ്റി ശ്രീനാരായണ ഗുരു പറയുന്ന പ്രധാനപ്പെട്ട വിമർശനങ്ങളിലൊന്ന് ശങ്കരൻ പുഴുക്കുത്തിനെ പോലും വ്യാഖ്യാനിക്കുന്നതാണ്. ഗ്രന്ഥത്തിലൊരു പുഴുക്കുത്തുണ്ടെങ്കിൽ അതിനെ പോലും വ്യാഖ്യാനിക്കും. ഇപ്പോൾ ഈ ആത്മോപദേശശതകത്തിൻ്റെ വ്യാഖ്യാതാക്കന്മാരും ഏതാണ്ട് ആ വഴിക്കാണ്. അതിലെ കുത്തുകോമേന വരെ വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള വ്യാഖ്യാനങ്ങൾ വളരെയധികമുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, ഗുരു ഈ കൃതികളൊന്നും അങ്ങനെ ഇരുന്ന് എഴുതിയ കൃതികളല്ല. പല ഘട്ടങ്ങളിലായി പലപ്പോഴായി എഴുതിയ പല ശ്ലോകങ്ങൾ അത് മറ്റേതൊരു കവിയെയും പോലെ എഴുതിയും തിരുത്തിയും മാറ്റി എഴുതിയും വീണ്ടും എഴുതിയും പല ഘട്ടങ്ങളിൽ ഒരു വേഷം പ്രസിദ്ധീകരിച്ചും പിന്നീട് അതിനെ മാറ്റി വീണ്ടും പ്രസിദ്ധീകരിച്ചും ഒക്കെയാണ് ഇന്ന് നാം കാണുന്ന ആത്മോപദേശശതകം ഉണ്ടായിട്ടുള്ളത്. അത് പലപ്പോഴായി വിവേകോദയത്തിൽ ഖണ്ഡശ പ്രസിദ്ധീകരിച്ചു വന്ന കവിതകളുടെ പിന്നീട് ഒരു പുസ്തക രൂപത്തിലുള്ള ഒരു സമാഹാരമാണ് യഥാർത്ഥത്തിൽ ആത്മോപദേശശതകം. പലപ്പോഴായി ഗുരു എഴുതിയ ശ്ലോകങ്ങൾ കൂട്ടിവെച്ചാൽ ഇന്ന് നമുക്ക് ഏകദേശം 130 ശ്ലോകങ്ങൾ കിട്ടും. അപ്പോൾ ശതകം എന്ന് പറഞ്ഞാൽ 100 അപ്പോൾ 100 ശ്ലോകങ്ങൾ മാത്രം അതിൽ നിന്ന് എടുത്താണ് ഈ ആത്മോപദേശശതകം എന്ന് പറയുന്ന കൃതി ഉണ്ടാകുന്നത്. അപ്പോൾ ആ കൃതിയിൽ തന്നെ പല ശ്ലോകങ്ങളും പലവട്ടം റീറൈറ്റ് ചെയ്യപ്പെട്ടവയാണ്. ഗുരു തന്നെ തിരുത്തി എഴുതിയവയാണ്. ഗുരു തന്നെ ചില കൃതികൾ എഴുതിയിട്ട് കുറേ കാലം കഴിയുമ്പോൾ അതിൻ്റെ ബാക്കി ശ്ലോകങ്ങൾ ചോദിക്കുന്ന സമയത്ത് അത് എഴുതിയ നാം ഇല്ല എന്ന് പറഞ്ഞ് ഗുരു മാറ്റിവെച്ച കഥയും നമുക്കറിയാം. അതിൽ പറയുന്ന കാര്യം, പ്രിയം ഒരു ജാതി ഇതെൻ പ്രിയം, തൊതിയെ പ്രിയം അപരപ്രിയം എന്നനേകമായി, പ്രിയ വിഷയം പ്രതി വന്നിടും ഭ്രമന്തൻ, പ്രിയം അപരപ്രിയം എന്നറിഞ്ഞിടയണം. അപ്പോൾ പ്രിയം ഒരു ജാതി ഇതെൻ പ്രിയം, തൊതീയ പ്രിയം. നമുക്ക് പ്രിയം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, ഇഷ്ടം എന്ന് പറയുന്നത്. എനിക്ക് പ്രിയപ്പെട്ടതെന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഈ പ്രിയപ്പെട്ടത് എന്നതിന് 2 ഭാവങ്ങളുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് എനിക്ക് പ്രിയപ്പെട്ടത്,
രണ്ട് എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് തുതിയൻ, രണ്ടാമത്തെ ഒരാൾക്ക് പ്രിയപ്പെട്ടത്. ഇങ്ങനെ ഞാനല്ലാത്ത ഒരാൾ, എൻ്റെ പ്രിയം, മറ്റൊരാളുടെ പ്രിയം എന്നിങ്ങനെ ഈ പ്രിയമെന്ന ഒന്നിൻ്റെ അപ്പുറവും ഇപ്പുറവുമായി നാം മുഖാമുഖം നിൽക്കുന്നൊരവസ്ഥയുണ്ട്. ഞാനും മറ്റൊരാളും മുഖാമുഖം നിൽക്കുന്നൊരവസ്ഥയുണ്ട്. ഈ ഒരവസ്ഥയിലാണ് നമ്മുടെ എല്ലാ മാനുഷിക വ്യവഹാരങ്ങളും നടക്കുന്നത്. ഞാൻ വിഷയവും നിങ്ങൾ വിഷയവുമായി വരുന്ന, ഞാനും നിങ്ങളും തമ്മിലുള്ള എല്ലാതരം റിലേഷൻഷിപ്പുകളും നടക്കുന്നത് ഈ പറയുന്ന നമ്മളൊരു പ്രിയത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് അതിൻ്റെ അപ്പുറവും ഇപ്പുറവും എന്ന നിലയിൽ നിന്നുകൊണ്ടുള്ള വ്യവഹാരങ്ങളാണ്. സ്വാഭാവികമായും ഇത് വിരുദ്ധമായ താല്പര്യങ്ങളുടെ ഒരു സംഗമസ്ഥാനമായിട്ടാണ് ഈ പ്രിയം മാറുക. അതുകൊണ്ട് തന്നെ അവിടെയുള്ള സാധ്യത എന്ന് പറയുന്നത് സംഘർഷത്തിൻ്റേതാണ്. അവിടെയുള്ള സാധ്യത എന്ന് പറയുന്നത് പൊരുതലിൻ്റേതാണ്. അവിടെയുള്ള സാധ്യത എന്ന് പറയുന്നത് കീഴടക്കലിൻ്റേതാണ്. അവിടെയുള്ള സാധ്യത എന്ന് പറയുന്നത് അനർഹമായ ഒന്നിനെ സ്വന്തമാക്കലിൻ്റേതാണ്. ഇത്തരമൊരു ജീവിത സന്ദർഭമാണ് നമ്മളെല്ലാവരും ജീവിതത്തിൽ എല്ലാ ദിവസവും അനുഭവിക്കുന്നത്. നമ്മുടെ എല്ലാ വ്യവഹാരങ്ങളിലും ഇത് കാണാം. ഇങ്ങനൊരു ജീവിത സന്ദർഭത്തെ നാം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതാണ് ഗുരു ഈ 5 ശ്ലോകങ്ങളിലൂടെ ഗുരു പറഞ്ഞു വയ്ക്കുന്നത്. അവിടെ ഗുരു നമ്മളൊന്നിനും നിർബന്ധിക്കുകയല്ല, നമ്മുടെ കാഴ്ചയൊന്നും മാറ്റാൻ ശ്രമിക്കുന്നു. നാം കാണേണ്ട ഒരു രീതിയെ, കാണേണ്ട ഒരു രീതിശാസ്ത്രത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്നു. ആ ഒരു പുതിയ കാഴ്ചപ്പാട് നമുക്ക് തരികയാണ്. ഇത് ബൈബിളിൽ നിന്നൊക്കെ ആരംഭിക്കുന്ന നമ്മൾ പറയുന്ന നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു വിപുലീകൃത രൂപമെന്നോ കുറച്ചുകൂടി ക്ലാരിറ്റിയുള്ള ഒരു കാഴ്ചപ്പാടെന്നോ നമുക്കിതിനെ കാണാം. ഗുരുവിടെ പറയുന്ന കാര്യം, ഈ പ്രിയ വിഷയം പ്രതി വന്നിടുന്ന ഭ്രമം. ഈ ഭ്രമം എന്ന വാക്ക് ഇന്ത്യയുടെ ഫിലോസഫിയിൽ വളരെ സങ്കീർണമായൊരു വാക്കാണ് ഭ്രമം എന്ന് പറയുന്നത്. ഭ്രമജ്ഞാനം എന്നൊക്കെ പറയുന്നത്, ഭ്രാന്തി എന്നൊക്കെ പറയുന്ന വിഷയം. അപ്പോൾ ഈ ഭ്രമജ്ഞാനത്തെ വിശദീകരിക്കാനായിട്ട് ബൗദ്ധന്മാർ, അത് മാധ്യമികന്മാർ, അതുപോലെ തന്നെ ക്ഷണികവാദികളായ ബൗദ്ധന്മാർ, മീമാംസകർ, ന്യായ സിദ്ധാന്തക്കാർ, അദ്വൈത വേദാന്തികൾ, അങ്ങനെ എല്ലാവരും തങ്ങളുടേതായ സിദ്ധാന്തങ്ങൾ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു വിഷയത്തെ, ഭ്രമം എന്ന് പറയുന്ന ഭ്രമകൽപ്പനകളെ വിശദീകരിക്കാനായിട്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. സാന്ദർഭികമായി പറഞ്ഞതിന് വിശിഷ്ടാദ്വൈതികൾ മറ്റൊരു കാഴ്ചപ്പാട് ആ വിഷയത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ എൻ്റെ പ്രിയമെന്നും നിൻ്റെ പ്രിയമെന്നുമുള്ള ഈ ഭ്രമത്തെക്കുറിച്ച് ഗുരു ആ പ്രിയ വിഷയത്തെ എങ്ങനെ നാം സമീപിക്കണം എന്ന് പറയുകയാണ്. അവിടെയാണ് പ്രിയം അപരൻ്റെയതെൻ പ്രിയം സ്വകീയ പ്രിയം അപരപ്രിയം ഇപ്രകാരമാകും നയമതിനാൽ നരന്നു നന്മ നൽകും ക്രിയ അപരക്രിയ ഹേതുവായി വരേണം. നാം ചെയ്യുന്ന ഒരു ക്രിയ അത് അപരപ്രിയമായി വരണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന ആ കർമ്മം അപരന് പ്രിയപ്പെട്ടതാണോ എന്ന് ഉറപ്പിക്കുക. അപരന് കൂടെ പ്രിയപ്പെട്ട ക്രിയയാണ് എൻ്റെ ക്രിയയായി ഞാൻ ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു രീതി ഗുരു നമ്മളെ പരിചയപ്പെടുത്തിയാണ്. പ്രിയം അപരൻ്റെയതെൻ പ്രിയം. എൻ്റെ പ്രിയം എന്ന് പറയുന്നത് പ്രിയം അപരൻ എന്താണോ പ്രിയപ്പെട്ടത് അതാണ് എൻ്റെ പ്രിയം. സ്വകീയ പ്രിയം അപരപ്രിയം ഇപ്രകാരമാണ്. സ്വകീയ പ്രിയമായിട്ടുള്ളത്, അപ്പോൾ സ്വകീയമായ പ്രിയം എന്ന് പറയുന്നത് അപരന് പ്രിയപ്പെട്ട ഒന്നാണ്. ഇങ്ങനെയൊരു നയമാണ് നാം ഈ പ്രിയ വിഷയത്തിൽ സ്വീകരിക്കേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ പ്രിയം അപരൻ്റെ പ്രിയമാണ് എൻ്റെ പ്രിയമായി വരേണ്ടത്. സ്വകീയ പ്രിയം എന്ന് പറഞ്ഞാൽ അത് ഉറപ്പായും അപരപ്രിയമായിരിക്കണം. സ്വകീയ പ്രിയം എന്നത് അപരപ്രിയമാകുകയും അപരപ്രിയം എന്ന് പറയുന്നത് എൻ്റെ പ്രിയമാകുകയും ചെയ്യുക എന്ന് പറയുന്ന പ്രിയത്തോടുള്ള പ്രിയം എന്ന വിഷയത്തിലുള്ള നമ്മളുടെ കാഴ്ചപ്പാടിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയം എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെതാണ്, അത് അപരന് നൽകാതെ സ്വന്തമാക്കുക എന്നാണെങ്കിൽ ഈ പ്രിയത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് തന്നെ അപരൻ്റെ പ്രിയത്തെ ആസ്പദമാക്കിയിട്ടാണ് രൂപീകരിക്കേണ്ടത് എന്ന് പറയുന്ന പുതിയൊരു കാഴ്ചപ്പാട് ഗുരു മുന്നോട്ട് വയ്ക്കുകയാണ്. അതുമാത്രമല്ല, അത് കഴിഞ്ഞ ശേഷമാണ് ഗുരു പറയുന്നത്, അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു, കൃപണൻ അധോമുഖനായി കിടന്നു ചെയ്യുന്ന അപചയ കർമ്മം അവനു വേണ്ടി മാത്രം. ഇവിടെ ആധുനികതയിലൊക്കെ നാം പരിചയപ്പെട്ട ദ്വന്ദ്വങ്ങളെ, ശരി തെറ്റ്, നന്മ തിന്മ, ബ്ലാക്ക് വൈറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടല്ല ഇത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നാം. കാരണം ഗുരുവിടെ അവതരിപ്പിക്കുന്നത് അപരന് വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു. കൃപാലു എന്ന് പറയുന്ന കൃപയുള്ളയാൾ, കരുണയുള്ളയാൾ, കരുണാമയനായ ഒരു വ്യക്തി. ഇപ്പോൾ നബിയെ പറ്റി ഗുരു പറയുമ്പോൾ കരുണാവാൻ നബി എന്ന് പറയും. അപ്പോൾ ഈ കരുണയുള്ള വ്യക്തി, അപ്പോൾ ഈ കരുണയുള്ള വ്യക്തികൾ എന്താണ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെപ്പോഴും പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും.
ആർക്ക് വേണ്ടി? ആ കരുണയുള്ള ഒരു വ്യക്തി, കൃപാലുവായ ഒരു വ്യക്തി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മുഴുവൻ ആ പരന് വേണ്ടിയിട്ടാണ്. അത് രാത്രിയും പകലും അവർ പ്രവർത്തിക്കും. അവർ രാത്രി പ്രവർത്തിക്കുന്നതും അവർ പകൽ പ്രവർത്തിക്കുന്നതും, അവർ സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെയും സൂര്യാസ്തമയം മുതൽ പിറ്റേന്നത്തെ സൂര്യോദയം വരെയും അവർ പ്രവർത്തിക്കുന്നത് മുഴുവൻ ആ പരന് വേണ്ടിയായിരിക്കും. സന്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്യാസം, കർമ്മണാന്യാസം എന്നൊക്കെ പറയും ഗീതയൊക്കെ. പക്ഷേ സന്യാസം എന്താണ് എന്ന ചോദ്യത്തിന് ശ്രീനാരായണ ഗുരു നൽകുന്ന ഉത്തരം അന്നോളം സന്യാസത്തിന് ആരും നൽകിയിട്ടില്ലാത്തൊരു നിർവചനമാണ്. അത് ഈ ധർമ്മസംഘത്തിലെ ആളുകൾക്ക് അറിയുമെന്ന കാര്യം നമുക്കറിയില്ല. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. സന്യാസത്തിനെ പറ്റി ഗുരു പറയുന്നത് സന്യാസി എന്നാൽ ത്യാഗി. സന്യാസി എന്നാൽ ത്യാഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്യാസി എന്നാൽ സമൂഹത്തിന് വേണ്ടി പ്രവൃത്തി ചെയ്യുന്നതാണ്. തനിക്കല്ലാതെ ഈ സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യുന്നയാളെയാണ് സന്യാസി എന്നുകൊണ്ട് ഗുരു ഉദ്ദേശിക്കുന്നത്. ഗുരുവൈഖരിയിൽ സന്യാസത്തിനെ പറ്റി ഗുരു പറയുന്ന നിർവചനം നമുക്ക് കാണാം. മാത്രമല്ല ആശ്രമത്തിലുള്ള ഗുരുക്കന്മാർ എങ്ങനെയാവുന്നതിനെ പറ്റി ആശ്രമം എന്നൊരു കൃതി തന്നെ ഗുരു എഴുതിയിട്ടുണ്ട്. ആശ്രമേസ്മിൻ ഗുരു കശ്ചിത് വിദ്വാൻ മുനി ഉദാരതി. അപ്പോൾ ഈ 3 ക്വാളിറ്റി തന്നെ എടുത്തു കഴിഞ്ഞാൽ സംഘം പിരിച്ചുവിടേണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. വിദ്വാനായിരിക്കണം, മുനിയായിരിക്കണം, ഉദാരതി ആയിരിക്കണം. ഇപ്പോൾ ഈ ഔദാര്യമുള്ള വിദ്വാനായ ഒരു സന്യാസിയെ നമുക്ക് മുന്നിൽ നിൽക്കാൻ അങ്ങനെ ഇന്ന് ശ്രീനാരായണർക്ക് കാണിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ്. കാരണം ഈ അപരവിദ്വേഷത്തിൻ്റെ കുടുങ്ങിക്കിടക്കുന്ന കുടുക്കിൽ തന്നെയാണ് കാഷായ വസ്ത്രം ധരിച്ചു വരുമെന്ന് അവരുടെ സമീപകാലത്തെ പ്രവൃത്തികളും പ്രസ്താവനകളും നമ്മൾ ഓർപ്പിക്കുന്നുണ്ട്. അതിനെതിരെ ആന്തരികമായി പ്രതികരിക്കേണ്ടത് ഓരോരുത്തരുടെയും ധർമ്മമാണ്. മാത്രമല്ല ഇങ്ങനെയുള്ള ആളുകൾ നേരെ തിരിച്ച് ഞാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിപുരുഷനാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഗുരു ആരെയും പ്രതിപുരുഷന്മാരായി നിയോഗിച്ചിട്ടില്ലെന്ന് നാം മനസ്സിലാക്കണം. ഗുരു തൻ്റെ വിൽപ്പത്രത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ഈ ശിവഗിരി മഠവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ശേഷം നടത്തിക്കൊണ്ടു പോകുന്നതിനാണ് ആളുകൾ നിയോഗിക്കുന്നത്. അല്ലാതെ എൻ്റെ പ്രതിപുരുഷൻ ഇന്നയാളെന്ന് ഗുരു ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു കസേരയിലിരിക്കുന്ന ആളുകളും ഗുരുവിൻ്റെ പ്രതിപുരുഷന്മാരും അല്ല എന്ന് മനസ്സിലാക്കുക. ഇനിയിപ്പോൾ ശിവഗിരി മഠത്തിൻ്റെ പ്രസിഡന്റ് ഗുരുവിൻ്റെ പ്രതിപുരുഷനാണെന്ന് വന്നാൽ അപ്പോൾ SNDP യോഗത്തിൻ്റെ പ്രസിഡന്റ് ആരാന്നുള്ളൊരു ചോദ്യം വേറെ വരും. കാരണം SNDP യോഗത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നല്ലോ ഗുരു. അപ്പോൾ ഈ പ്രതിപുരുഷവാദം ഗുണം ചെയ്യില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഈ സന്യാസം എന്ന് പറഞ്ഞാൽ സന്യാസി എന്നാൽ പരോപകാരി ത്യാഗി. പരോപകാരിയും ത്യാഗിയുമായ ഒരു വ്യക്തിയെയാണ് ഗുരു സന്യാസി എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള ഗുരു പറയുകയാണ്, നിങ്ങൾ സന്യാസിയാണെങ്കിൽ അല്ലെങ്കിലും അപരന് വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു. കൃപാലുവായ ആളുകൾ അപരന് വേണ്ടി അഹർനിശം പ്രയത്നം ചെയ്യുന്നു. അതേസമയം സ്വാർത്ഥനായ അല്പബുദ്ധിയായ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ആളുകൾ, കൃപണൻ എന്ന പദം കൊണ്ട് ഗുരു വിശേഷിപ്പിക്കുന്ന ആളുകൾ അധോമുഖനായി കിടന്ന് അവർ അന്തർമുഖന്മാരായി ഇരുന്നു കൊണ്ട് അപചയ കർമ്മങ്ങൾ ചെയ്യുന്നു, മോശമായ കർമ്മങ്ങൾ ചെയ്യുന്നു. ആർക്ക് വേണ്ടി? അവന് വേണ്ടി മാത്രം. സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരെയാണ് ഇവിടെ ഗുരു കൃപണൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളെ ഗുരു കൃപാലു എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പോൾ ഈ ആത്മസാക്ഷാത്കാരം എന്നാണെങ്കിലും മോക്ഷം എന്നാണെങ്കിലും നിങ്ങൾ സന്യാസം എന്നാണെങ്കിലും നിങ്ങൾ ഈ സർവസംഘ പരിത്യാഗം എന്നാണെങ്കിലും ഇതിൻ്റെ എല്ലാം പേരിൽ മറ്റെല്ലാവരുടെ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും മറന്നുകൊണ്ട് സ്വന്തം ആത്മസാക്ഷാത്കാരത്തിനും മോക്ഷത്തിനും പുണ്യത്തിനും വേണ്ടി മാത്രം ഞാൻ തപസ് ചെയ്യുകയാണെന്ന് പറയുന്ന സന്യാസി ശ്രീനാരായണ ഗുരുവിൻ്റെ ദൃഷ്ടിയിൽ ആരാണ്? അദ്ദേഹം കൃപണനാണ്, കൃപാലു അല്ല. അപ്പോൾ കൃപണനെയും കൃപാലുവിനെയും പറ്റിയുള്ള ഗുരുവിൻ്റെ സിദ്ധാന്തം തന്നെ അന്നോളമുള്ള ഇന്ത്യൻ സന്യാസി പാരമ്പര്യത്തിൻ്റെ തിരസ്കാരമാണ്. ഈ വിഷയം അറിയാത്തവരാണ് ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ ആശ്രമങ്ങളിൽ പോയി നിന്നിട്ട് പൂരി പിന്നെന്താ സരസ്വതി എന്നൊക്കെ പേരും സ്വീകരിച്ച് ഇവിടെ വന്ന് സന്യാസിമാരായി വിലസുന്നു എന്നുള്ളതാണ് അർത്ഥം. ഗുരു പറയുന്ന സന്യാസം വേറെയാണ്. ഈ ശങ്കര സമ്പ്രദായ പ്രകാരം ദശനാമി സമ്പ്രദായ പ്രകാരം പറയുന്ന സന്യാസം വേറെയാണ്. ഈ വ്യത്യാസം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് ഗുരു 2 കാര്യം, നല്ലവൻ ചീത്തയാൾ എന്നിങ്ങനെ ഒരു ഭേദത്തിലേക്കാണോ പോകുന്നത് എന്ന് നമുക്ക് സംശയിക്കാം. പക്ഷേ ഈ കവിതയുടെ അടുത്ത 4 വരി കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ കവിത തൊട്ടടുത്ത വരിയിലേക്ക് വരുമ്പോൾ ആത്മോപദേശതകം അവിടെ വെച്ച് നമുക്ക് അതിശയകരമായ മറ്റൊരു കാഴ്ച, അത് ഈ ആത്മീയതയെക്കുറിച്ചാണെങ്കിലും പ്രപഞ്ചത്തെക്കുറിച്ചാണെങ്കിലും ഞാൻ ആര്, പ്രപഞ്ചം എന്താണ്, പ്രപഞ്ചം തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണെങ്കിലും ഗുരു അടുത്ത ശ്ലോകത്തിൽ ഗുരു ഒരു കാഴ്ചപ്പാട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്.
ആ കാഴ്ചപ്പാട് സ്വീകരിക്കുന്നവരുണ്ടാകാം, സ്വീകരിക്കാത്തവരുണ്ടാകാം. ആ കാഴ്ചപ്പാട് ഇതാണ്. ആത്മോപദേശകം മുന്നോട്ട് വയ്ക്കുന്ന ആത്മോപദേശകത്തിൻ്റെ കാഴ്ചപ്പാട് അത്രേ ഞാൻ പറയുന്നുള്ളൂ. ആത്മോപദേശകത്തിൻ്റെ കാഴ്ചപ്പാട് എത്രയാണ്? അത് പറയുന്നത്, അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായൊരു ആത്മരൂപം, ഞാനെന്നും നീ എന്നും അറിയുന്നതെല്ലാം ഓർത്ത് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ, നമ്മൾ സൂക്ഷ്മമായി ചിന്തിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അവനിൽ, ഈ പ്രപഞ്ചത്തിൽ എന്താണ്? ആദിമമായൊരു ആത്മരൂപമാണ്. അത് ആത്മരൂപം എന്ന നിലയ്ക്ക് പരിശോധിക്കുമ്പോഴും നമ്മളിനി വളരെ ലൗകികമായി പറയുകയാണെങ്കിൽ, വളരെ നേരെയായി പറയുകയാണെങ്കിൽ, മനസ്സിലാകുന്ന ഒരു ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ, നമ്മുടെ എൻ്റെ സിരകളിലും നിങ്ങളുടെ സിരകളിലും ഓടുന്നത് ഒരേ ചോരയാണെന്ന് പറയുന്നത് പോലെ, നമ്മളെല്ലാവരും ഒരുപോലെ മാംസമുള്ളവരും നമ്മൾ ഒരേപോലെ മജ്ജയുള്ളവരും വേദനയുള്ളവരും ആണ് എന്ന് പറയുന്നത് പോലെ, ഞാനെന്നും നീ എന്നും പറയുന്നത് ഓർത്താൽ ഒരേ ആത്മരൂപമാണ് എന്ന് പറയാം. മറ്റൊരു കാഴ്ചപ്പാടിൽ വിശദീകരിക്കുകയാണെങ്കിൽ, ഞാൻ നീ എന്ന് പറയുന്നതെല്ലാം ഒരേ ആത്മരൂപങ്ങളാണ് എന്ന് പറയാം. ഏത് പറച്ചിൽ വേണമെന്നത് അവനവൻ്റെ കാഴ്ചയാണ്. അപ്പോൾ എന്തൊക്കെയായാലും അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ ഒന്നാണ്. ഞാനും നീയും ഒന്ന് തന്നെയാണ്, നമ്മൾ ഒരേപോലെ തന്നെയാണ്. അതുകൊണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് പ്രാചീന വേദാന്തത്തിലൊക്കെ കൊണ്ട് കെട്ടാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഇനി ഗുരു പറയുന്ന 2 വരികളിലാണ് ഇതിൻ്റെ സാരവും സത്വവും ഉള്ളത്. അതുകൊണ്ട് ഞാനും നീയും ഒന്നാണ്, ഒരേ ആത്മരൂപമാണ്. അതുകൊണ്ട് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണമെന്ന് അപരത്വത്തെ പറ്റി ഗുരു പറയുന്നു. അവനവൻ ആത്മസുഖത്തിനായി വരുന്നത്, ആചരിക്കുന്ന പ്രവൃത്തി അപരന് സുഖത്തിനായി വരണമെങ്കിൽ, ഇന്ന് ആത്മീയതമായ മോക്ഷത്തിന് വേണ്ടി ഞാൻ അനുഷ്ഠിക്കുന്നു എന്ന് പറയുന്ന എൻ്റെ മതത്തിൻ്റെ പേരിൽ എനിക്ക് എങ്ങനെയാണ് മറ്റൊരു മതത്തിൻ്റെ ആരാധനാലയം പൊളിക്കാൻ സാധിക്കുക? എൻ്റെ മതത്തിൻ്റെ പേരിൽ എൻ്റെ മതം എനിക്ക് വിലക്കിയ ഒരു ഭക്ഷണം, അവൻ്റെ മതത്തിൽ അവന് വിലക്കാത്തൊരു ഭക്ഷണം അവൻ കഴിച്ചതിൻ്റെ പേരിൽ അവനെയും അവളെയും എങ്ങനെയാണ് ചുട്ടുകൊല്ലാൻ സാധിക്കുക? ഇതൊരു ചോദ്യമാണ്. അപ്പോൾ അപരത്വം എന്ന് പറയുന്ന ഒരു ആശയത്തെ തന്നെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഗുരു പറയുന്നത്, നമ്മളും ഞാനും നിങ്ങളുമെല്ലാം ഒന്നാണ് എന്ന് പറയുന്ന, അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ പ്രവൃത്തികളും അപരപ്രിയമാണ് എന്ന് ഉറപ്പുവരുത്തുക, തിരിച്ചും അങ്ങനെ ഉറപ്പുവരുത്തുക, അങ്ങനെ പ്രിയകരമായൊരു വ്യവഹാരം മാത്രമുള്ള ഒരു ലോകത്തെ സൃഷ്ടിക്കുക എന്ന് പറയുന്ന ഗുരുവിൻ്റെ ഈ കാഴ്ചപ്പാടിൽ മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് അയാൾ സ്വാഭാവികമായും പറയുന്ന ഒരു വാക്ക് മാത്രമാണ് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ളത്. അപരത്വത്തെ പറ്റി ഗുരുവിൻ്റെ കാഴ്ചപ്പാട് ഉൾക്കൊള്ളുന്ന ഒരാളിൽ നിന്ന് സ്വാഭാവികമായി വരുന്നൊരു പ്രതികരണമാണ് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ളത്. അങ്ങനെ അപരത്വത്തെ പറ്റി വിശ്വസിക്കുന്ന ഒരാൾക്ക് തീർച്ചയായും അദ്ദേഹം എത്തിച്ചേരുന്ന ഒരിടമാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നുള്ളത്. അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ സ്വാഭാവികമായി എത്തിച്ചേരുന്ന ഒരു ചിന്തയാണ് ഈ ഉച്ചനീചത്വങ്ങളില്ല എന്നുള്ളത്. മനുഷ്യാണാം മനുഷ്യത്വം ജാതിർ ഗോത്വം ഗവാമ്യത ന ബ്രാഹ്മണാതിരസൈവം എന്ന് മാത്രമേ അദ്ദേഹത്തിന് പറയാൻ സാധിക്കൂ. ദൗർഭാഗ്യവശാൽ മനുഷ്യരെല്ലാവരും ഒന്നാണ് എന്ന ഈ ചിന്ത ലോകത്തിന് മുഴുവൻ മനസ്സിലാകുമ്പോഴും, ഇത് ഏതൊരു ചെറിയ കുട്ടിക്ക് മനസ്സിലാകുന്ന കാര്യമാണെങ്കിലും, ഞാനും നിങ്ങളും മനുഷ്യരാണ്, അതുകൊണ്ട് തന്നെ മനുഷ്യരെല്ലാം ഒരു ജാതിയാണ്, നമ്മളെല്ലാവരും ഒരു ജാതിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും. ഗുരു തന്നെ അതിനെ വിശദീകരിക്കുന്നുണ്ട്. ഒരു പട്ടി മറ്റൊരു പട്ടിയെ കണ്ടാൽ വാലാട്ടും, കാരണം അതിന് സ്വന്തം ജാതി തിരിച്ചറിയാം. ഇതും എന്നെപ്പോലെ തന്നെ ഒരേ സ്പീഷീസിൽപ്പെട്ട ഒരു ജീവിയാണല്ലോ എന്ന് പട്ടിക്ക് തിരിച്ചറിയാം. പക്ഷെ മനുഷ്യർ, അവർ മാത്രമാണ് കാണുമ്പോൾ ജാതി ചോദിക്കുന്നത് എന്ന് ഗുരു പറയും. അപ്പോൾ ഇങ്ങനെ മനുഷ്യനെ ഒരു തത്വചിന്ത യാന്ത്രികമായി നിർമ്മിച്ച് ആ തത്വചിന്തയുടെ മൂശയിലിട്ട് മനുഷ്യനെ പരുവപ്പെടുത്തി എടുക്കുക എന്ന പ്രക്രിയയല്ല ഗുരു തൻ്റെ ജീവിതത്തിലുടനീളം പിന്തുടർന്നത് എന്ന് നമുക്ക് കാണാം. ഗാന്ധിസത്തോട് സഹോദരൻ ഉയർത്തുന്ന ഏറ്റവും വലിയ വിമർശനം അതാണ്. ഗാന്ധിയുടെ ആദർശം എന്ന് പറയുന്നത് ഈ ആദർശത്തിന് വേണ്ടി മനുഷ്യൻ ജീവിക്കണം എന്നുള്ളതാണ്. ഗാന്ധി എന്തൊക്കെയോ ചില ആദർശങ്ങൾ ഉണ്ടാക്കുന്നു, ഈ ആദർശത്തിന് വേണ്ടി മനുഷ്യരെല്ലാവരും ശ്വാസം മുട്ടി ജീവിക്കണം എന്നുള്ളതാണ്. സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രസങ്കല്പം, അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, അത് ഈ രാഷ്ട്രത്തിന് വേണ്ടി നിങ്ങളങ്ങ്, അവരൊരു രാഷ്ട്രം ഉണ്ടാക്കുന്നുണ്ട്, അതൊരു ചാതുർവർണ്ണത്തിൽ അധിഷ്ഠിതമായൊരു രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും എല്ലാം ത്യജിക്കണം, അതിനുവേണ്ടി അങ്ങ് ജീവിക്കണം, സമർപ്പിച്ച് ജീവിക്കണം. അപ്പോൾ മനുഷ്യൻ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭൂമിയിൽ ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാവരും രാഷ്ട്രം വികസിപ്പിക്കാൻ വേണ്ടിയുള്ള യന്ത്രങ്ങളാണെന്ന് വരുന്നു. ഈ രാഷ്ട്രം ഇങ്ങനെ വികസിച്ചിട്ട് എന്തിനാണ്?
അതറിയില്ല. ഇത് തന്നെയാണ് ഇപ്പോൾ ഇൻഫോസിസിൻ്റെ മൂർത്തിമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കമ്പനി വലുതാക്കണം, രാജ്യത്തിൻ്റെ GDP കൂടണം, വരുമാനം കൂടണം. ഇത് കൂടുന്തോറും മനുഷ്യൻ 40 മണിക്കൂറിന് പകരം 70 മണിക്കൂറും 90 മണിക്കൂറും പണിയെടുത്ത് മരിക്കണം. പക്ഷേ രാജ്യവും കമ്പനിയും വികസിക്കണം. ഇതെന്തിനാണ് വികസിക്കുന്നത്? ഇത് വികസിക്കുന്നത് മനുഷ്യൻ്റെ ആത്മസുഖത്തിനാണെങ്കിലല്ലേ കാര്യമുള്ളൂ. എല്ലാ മനുഷ്യരും പണിയെടുത്ത് മരിച്ച് വലിയ കമ്പനിയായി പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് എന്താണ് കാര്യം? അതുപോലെ ഈ രാജ്യം വികസിത രാജ്യമാകുകയും ഇവിടുത്തെ എല്ലാ മനുഷ്യരും ഒരു മനുഷ്യാവകാശങ്ങളും ഇല്ലാതെ സ്വന്തം ഭാര്യയോടൊപ്പം സമയം ചെലവിടാതെ ജീവിച്ച് മരിച്ചു പോകുന്ന ഒരു രാജ്യത്ത് എന്ത് സുഖമാണ് ഉണ്ടാവുക? ഇതൊരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇത്തരത്തിൽ ആദർശത്തിന് വേണ്ടി, അതല്ലെങ്കിൽ ഒരു എന്തിനെന്ന് മനുഷ്യനറിയാത്ത ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന, ജീവിക്കാൻ നിർബന്ധിക്കുന്ന ഒരു തത്വശാസ്ത്രം എന്ന നിലയ്ക്കല്ല ഗുരു മനുഷ്യരെ സമീപിച്ചത്. അങ്ങനെ ഒരു ആയുധമായിട്ടല്ല ഗുരു സമീപിച്ചത്. മറിച്ച് മനുഷ്യർക്കെല്ലാവർക്കും സുഖം നൽകുന്ന ദൈവദശകമെന്ന ചെറിയ പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോൾ ഗുരു പറയുന്നത് ആഴണം വാഴണം നിത്യം, വാഴണം സുഖമെന്നാണ്. നിത്യം സുഖമായി സന്തോഷമായി മനുഷ്യർക്ക് ഈ ഭൂമിയിൽ, നാം പിറന്നു വീണ ഈ ഭൂമിയിൽ സുഖമായും സന്തോഷത്തോടെയും നമുക്ക് ജീവിതാവസാനം വരെ ജീവിക്കാൻ നമ്മളെ പ്രാപ്തനാക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിശാലമായ, ഒരു തുറവിയുള്ള ഒരു ദർശനം എന്ന നിലയ്ക്കാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ചിന്തകളെ നാം കാണുന്നത്. അതിനെയാണ് നമ്മളിന്ന് ശ്രീനാരായണീസം എന്ന് പേരിട്ട് വിളിക്കുന്നത്. ഈ ശ്രീനാരായണീസം എന്ന് പറയുന്നത് ഒരു മതമോ ഒരു തത്വശാസ്ത്രമോ അങ്ങനെയല്ല നമ്മളതിനെ കാണേണ്ടത്, മറിച്ച് അതൊരു അപ്രോച്ചാണ് എന്ന് മോഹൻ ഗോപാൽ സാർ പറയുകയുണ്ടായി. ശ്രീനാരായണീസം എന്ന് പറയുന്നത് ഒരു ഫ്രെയിം വർക്കാണ്, അതൊരു അപ്രോച്ചാണ്. അത് നാം കാര്യങ്ങളെ എങ്ങനെ സമീപിക്കണമെന്നുള്ള ഒരു രീതിശാസ്ത്രം നമുക്കായി പരിചയപ്പെടുത്തുക മാത്രമാണ്. അതിലൂടെ നിങ്ങൾക്ക് വിശ്വാസിയോ അവിശ്വാസിയോ ആയി, അതല്ലെങ്കിൽ ഇഷ്ടമുള്ള മതത്തിലോ ഇഷ്ടമുള്ള ദൈവത്തിലോ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടമുള്ള ആചാരങ്ങൾ പിന്തുടർന്നോ പിന്തുടരാതെയോ ശാസ്ത്രീയമായൊരു മനോവൃത്തിയുള്ളവരായി നമുക്ക് തുടരാൻ സാധിക്കുന്ന ഒരു തുറവിയുള്ള ഒരു ഇടത്തെയാണ് നാം ഇന്ന് തേടുന്നത്. ആ തേടലിനെയാണ്, ആ ഒരു ഇടമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളിൽ നിന്ന് വികസിപ്പിക്കാൻ നാം ശ്രമിക്കുന്നത്. ആ പരിശ്രമത്തിൽ ഭൗതികമായി സംഭാവന ചെയ്യാൻ ശേഷിയുള്ളവരാണ് ഇവിടെ ശ്രോതാക്കളായും ചർച്ചയ്ക്കും പ്രഭാഷണത്തിനും എല്ലാം എത്തിച്ചേർന്നിട്ടുള്ള ആളുകൾ, ഈ പ്രഭാഷണം യൂട്യൂബിലൂടെയും ശ്രവിക്കുന്ന ആളുകൾ. അങ്ങനെ എല്ലാവരുടെയുമുള്ള തുറന്ന ചർച്ചയും തുറന്ന വായനയും സ്വതന്ത്രമായ വായനയിലൂടെയും ചർച്ചകളിലൂടെയും വികസിക്കേണ്ട ഒന്നാണ് ശ്രീനാരായണീയം എന്ന് പറഞ്ഞുകൊണ്ട് ഗുരു തൻ്റെ ജീവിതകാലത്ത് ഗുരു കണ്ട കാടുകളെല്ലാം വെട്ടിമാറ്റിയൊരു വ്യക്തിയാണ്. ഈ സമൂഹത്തിൻ്റെ സഞ്ചാരത്തിന് സുഗമമായ മുന്നോട്ട് പോകിന് തടസ്സമായി നിന്ന കാടുകൾ, താൻ കണ്ട കാടുകളെല്ലാം തനിക്ക് തൻ്റെ ജീവിതകാലത്ത് വെട്ടിമാറ്റാൻ പറ്റുന്നിടത്തോളം കാടുകൾ വെട്ടി വൃത്തിയാക്കി മനുഷ്യനെ മുന്നോട്ട് സഞ്ചരിപ്പിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. ഗുരുവിന് വെട്ടിമാറ്റാൻ പറ്റാതെ പോയ കാടുകൾ ഇന്നും ഈ സമൂഹത്തിലുണ്ട്. അതിനർത്ഥം അത് ഗുരു വെട്ടാതെ മാറ്റിവെച്ച് പോയ പവിത്രമായ കാടുകളാണ്, അതുകൊണ്ട് നമ്മളത് തുടരുതെന്നല്ല. മറിച്ച് ആ കാടുകളെ കൂടെ വെട്ടി വൃത്തിയാക്കി ഈ മാനവരാശിയുടെ സുഗമമായ മുന്നോട്ട് പോക്ക് സാധ്യമാക്കണമെന്ന് സഹോദരൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സഹോദരൻ്റെ ആ വാക്കുകളാണ് ശ്രീനാരായണ ഗുരുവിനെ, എൻ്റെ ദർശനത്തെയും ഗുരുവിൻ്റെ പ്രവർത്തികളെയും സമീപിക്കുന്ന ആളുകൾക്ക് ഒരു മാർഗദർശകമെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ ഗുരുവിന് വെട്ടാൻ പറ്റാതെ പോയ കാടുകൾ പവിത്രമായ കാടുകളായതുകൊണ്ടല്ല, മറിച്ചൊരു മനുഷ്യന് ആ സമയത്ത് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അതും കൂടെ വെട്ടുക എന്ന ഉത്തരവാദിത്തം നാം നിറവേറ്റണം. അതുകൊണ്ട് ഷർട്ടൂരൽ യജ്ഞത്തിനും നമ്മുടെ പിന്തുണയുണ്ട്. ഷർട്ടൂരുന്നതും വെട്ടാൻ പറ്റാതെ പോയ കാടുകളാണെങ്കിൽ ഓക്കെ, നമ്മൾ അതിൻ്റെ പിന്തുണയുണ്ട്. ഞാൻ ഈ 2014 യോഗനാഥിൽ ഈ ഷർട്ട് ഇടുക എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, ഇത് ശാസ്ത്രീയമായി ചരിത്രപരമായി ഈ ഷർട്ട് എന്തുകൊണ്ടാണ് ഇവർ ഇടരുതെന്ന് പറയുന്നതിനെ പറ്റി ഒരു ലേഖനം 2014 എഴുതിയിരുന്നു. പിന്നെ ഞാൻ ആ വാദം നിർത്തി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഷർട്ട് ഇടിക്കുക എന്ന് പറഞ്ഞ പരിപാടി ചിദാനന്ദപുരി ഏറ്റെടുത്തു. അപ്പോഴെനിക്ക് മനസ്സിലായി ഇതിലെന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. കാരണം ചിദാനന്ദപുരി ഷർട്ട് ഇടാൻ പറയുന്നുണ്ടെങ്കിൽ അതിൽ വേറൊരു പ്രശ്നമുണ്ട്. അപ്പോൾ സച്ചിദാനന്ദ സ്വാമി കരുതിയത് സച്ചിദാനന്ദ സ്വാമി ഷർട്ട് ഇടാൻ പറയുമ്പോൾ ചിദാനന്ദപുരി ഓൾറെഡി പറഞ്ഞ കാര്യമാണല്ലോ. അപ്പോൾ ചിദാനന്ദപുരി സച്ചിദാനന്ദ സ്വാമിയെ പിന്തുണയ്ക്കും, സച്ചിദാനന്ദ സ്വാമിയെ നമ്മൾ പിന്തുണയ്ക്കും. ചുരുക്കി പറഞ്ഞ എല്ലാവരും പിന്തുണയ്ക്കുന്നതാണ്. ചിദാനന്ദപുരിക്ക് ഷർട്ട് ഊരണമെന്നും ഷർട്ട് ഇടണമെന്നും പറയാനുള്ള അധികാരം ഉണ്ടായിരിക്കുകയും ആ അധികാരം സച്ചിദാനന്ദ സ്വാമിക്ക് ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന വ്യവസ്ഥിതിയുടെ പേരാണ് ചാതുർവർണ്ണ്യം. അതിൻ്റെ പേരാണ് ചാതുർവർണ്ണ്യം. അത് നാം മനസ്സിലാക്കണം.
എങ്ങനെയൊക്കെ നോക്കിയാലും സച്ചിദാനന്ദ സ്വാമി 5ാമത്തെ കാറ്റഗറിയിലാണെങ്കിൽ ചിദാനന്ദപുരി 4ാമത്തെ കാറ്റഗറിയിലാണ്. അപ്പോൾ ഒരു പടി മുമ്പിലാണ്. സച്ചിദാനന്ദ സ്വാമിക്ക് ആ സ്ഥാനത്തെത്തണമെങ്കിൽ ഒരു വട്ടം കൂടെ ജനിക്കേണ്ടി വരും. ഗാന്ധിയോട് ഗുരു പറയുന്നുണ്ട്, ഈ ഹിന്ദു മതത്തിൽ എല്ലാ അനാചാരങ്ങളും ഇല്ലാതാക്കണമെങ്കിൽ ഗാന്ധി ഒരു വട്ടം കൂടി ജനിച്ചു വരേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ നമ്മൾ സമൂഹത്തിൽ, മതത്തിൽ, ഇപ്പോൾ ശബരിമലയിൽ എല്ലാ ജാതിയിലെ ശാന്തിക്കാർ വരണമെന്ന് പറയുന്നത്, എല്ലാ സമുദായത്തിൽപ്പെട്ടവർ വരണം എന്ന് പറയുന്നത് ഒരിക്കലും ഹിന്ദു മതപരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ടല്ല, ഈ പറയുന്ന മതപുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മനുഷ്യാവകാശം എന്ന നിലയ്ക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.